സ്ട്രോങ് ആയ ഒരു ഗുഡ് മോർണിംഗ് കേൾക്കട്ടെ. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ് സർ. നോക്കാം, ബുക്ക് കാണിച്ചു വെച്ചേ. ആ പൊസിഷൻ 1-2 പേര് ക്ലിയർ ആണെന്ന് ചെയ്തേ. നിങ്ങൾ മാറിയിരിക്കുമ്പോ ആ നിങ്ങളെ ഫേസ് കാണാൻ പാത്തിനും ബുക്ക് കാണാൻ പാത്തിനും ഒന്ന് ക്ലിയർ ചെയ്തേ. അത് നമ്മൾ തന്നെ ഇനാക്റ്റീവ് ആയി പോകും രാവിലെ ഇരിക്കുമ്പോ. അതുകൊണ്ടാ അങ്ങനെ തന്നെ ഇരിക്കണം. നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് വെറുതെ ഗുണമില്ലാതെ ആയിരിക്കും. ഓക്കെ, ശരി. ക്വസ്റ്റ്യനൊക്കെ ക്ലിയർ ചെയ്ത് നല്ല ഭംഗിയായി ചായയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തു വെച്ച്, ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തു വെച്ച്, കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു വെച്ച് നല്ല ഫ്രഷ് ആയി ഇരിക്കുക. നമ്മൾ തന്നെ ആംബിയൻസ് സെറ്റ് ചെയ്യാം. റൈറ്റ്, ശരി. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 ടൈപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. 2 നമ്മൾ പറഞ്ഞു. തസ്കീന, ഏതൊക്കെയാ തസ്കീന നമ്മൾ പറഞ്ഞേ? സച്ചിൻ കേക്കള, തസ്കീന പെട്ടെന്ന്. യങ്സ് മോഡുലസ് കേൾക്കണില്ല പക്ഷെ. യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും ആബ്സല്യൂട്ട്ലി ശരി. അപ്പോ അസ്ന സുജീർ, അതായത് എന്താ പോലെ യങ്സ് മോഡുലസ്? ബുക്ക് അടച്ചു വെച്ചിട്ടില്ല അസ്ന? ബുക്ക് അടച്ചു വെച്ചേ. പറ. യങ്സ് മോഡുലസും ബൾക്ക് മോഡുലസും അല്ലെ? യങ്സ് മോഡുലസ് എന്താ സാധനം? എന്തൊക്കെ പോയിന്റുകൾ അറിയാം യങ്സ് മോഡുലസുമായി ബന്ധപ്പെട്ട്? ശരി. ആസിം ഇർഫാനെ, ഈ അതിന്റെ ഫോമുല എന്ത് വരും? ആസിം ഇർഫാനെ, ഫോമുല എന്ത് വരും? എവിടെ? പെട്ടെന്ന് പറ പോലെ, പെട്ടെന്ന് പറ. നിങ്ങളായി ഒരു സമയം ആവണ്ടില്ല. ആരാണ് എ? ഏരിയ. എന്ത് ഏരിയ? ചുമ ഏരിയ എന്നല്ലോ. ഏരിയ ക്രോസ് സെക്ഷൻ. ശരി ശരി ശരി. ഓക്കെ, ക്രിസ്റ്റഫർ ബിസ്ലെ, കഴിഞ്ഞ ദിവസം നീ പറയാത്തത് പഠിച്ചേപ്പിച്ചാർന്നോ ഇവിടെ വന്ന്? കേട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചത് പറയാത്തത് ഇവിടെ വന്ന് പഠിച്ചേപ്പിച്ചാർന്നോ? ഇല്ല. എന്താ ചെയ്തേ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് ഞാൻ ചോദിച്ചിട്ട് പറയാതിരുന്നതിന് എന്താ ചെയ്തേ? കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാകുന്നില്ല. മറ്റേ കോവിഡിന്റെ വാക്സിൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ ആഴ്ച നിന്നോട് ഞാൻ ഒരു തവണ ചോദിച്ചായിരുന്നല്ലോ, എന്നിട്ട് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തേന്ന് എന്റെ ചോദ്യം. ഓഫീസിൽ നിന്ന് വല്ലതും വിളിച്ചിരുന്നോ? ഇല്ല. ശരി ശരി. ഈ ആഴ്ച നിന്നോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നോ? ഈ ആഴ്ച ഒരു ദിവസം ചോദിച്ചിരുന്നു. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. യങ്സ് മോഡുലസ് സോളിഡ്സിനാണോ ലിക്വിഡിനാണോ ഗ്യാസിനാണോ? സച്ചിൻ, യങ്സ് മോഡുലസ് ചോദ്യം ലിക്വിഡ്സിലാണ്. ശരി. അല്ല, വാട്ട് അബൌട്ട് വാട്ട് ഈസ് ദി എസ് ഐ യൂണിറ്റ് ഓഫ് മുഹമ്മദ് സാലി? വാട്ട് ഈസ് ദി എസ് ഐ യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ്? മുഹമ്മദ് സാലി, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ശരി. ഈ ബൾക്ക് മോഡുലസ് അമിഷ, ഈ ബൾക്ക് മോഡുലസ് എന്താ ഉദ്ദേശിക്കുന്നത് അമിഷ? വോളിയമായി റിലേറ്റഡ് ആണ്. ശരി. വാട്ട് മേ ബി ദ ഫോർമുല ഫോർ ദാറ്റ്? ഓക്കെ, റൈറ്റ്. ശരി. ഫുവാദെ, ഈ ഡെൽറ്റ വി എന്തായിരിക്കും? ഡെൽറ്റ വി എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ. ദേവിക, ഡെൽറ്റ വിക്ക് ഡെൽറ്റ എല്ലിന് നമ്മൾ വേറൊരു പേര് കണ്ടല്ലോ ഒരു പ്രോബ്ലത്തില്. ഡെൽറ്റ എല്ലിന് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ആ പ്രോബ്ലത്തിൽ ഡെൽറ്റ എല്ലിനെ അവർ എന്താ വിളിച്ചത്? എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡെൽറ്റ എല്ല് കണ്ടുപിടിച്ച് ഓർക്കണ്ടോ? എലോങ്ങേഷൻ. എലോങ്ങേഷൻ ശരി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് ബുക്ക് എടുത്തേ നോക്കാം. ബാക്കി നോക്കാം.
ബാക്കി പറഞ്ഞോ. വാ ഒന്നുകൂടെ പറഞ്ഞു, ലാസ്റ്റ് ആയതുകൊണ്ട് സ്പീഡായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടോ. ബൾക്ക് മോഡൽസ് വാട്ടറും എയറും ചോദിക്കുന്നത് വാട്ടർ ആണോ എയർ ആണോ മോർ എലാസ്റ്റിക് എന്ന് ചോദിക്കും. അങ്ങനെയാണ് ഏത് സാധനം അങ്ങനെ ചോദിക്കാം. അതിൽ വാട്ടറും എയർ ചോദിക്കുമ്പോൾ നമ്മൾ ആ കൺഫ്യൂഷൻ. വാട്ടർ ആണോ എയർ ആണോ മോർ എലാസ്റ്റിക് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഇത്ര നോക്കണ്ടേ, 2-3 കാര്യങ്ങൾ നിങ്ങൾ നോക്കണം, കണക്ട് ചെയ്ത് നോക്കണം. ഏത് സാധനം എലാസ്റ്റിക് ആരാന്ന് ചോദിച്ചാൽ ആലോചിക്കണ്ടേ. എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ടത്, എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് വാട്ടർ ആണോ എയർ ആണോ എന്ന്. അപ്പൊ വാട്ടറിനും എയറിനും ഉള്ള എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. ആദ്യം പിള്ളേർ അത് മനസ്സിലാക്കുക. വെള്ളത്തിനും എയറിനും ഉള്ള എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ അവന്റെ ബൾക്ക് മോഡുലസ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ആവശ്യമുള്ളവർ വീണ്ടും എഴുതുക പോയിന്റ്. ഈ പോയിന്റ് പിന്നെ കിട്ടൂല. ഞാൻ പറയുന്നത് ഒരു പുസ്തകത്തിൽ നിന്നും നമുക്കത് കിട്ടൂല, കാരണം അത് കിട്ടാൻ പറഞ്ഞ. അപ്പോ വാട്ടർ ആണോ എയർ ആണോ എലാസ്റ്റിക് എന്നുള്ള ചോദ്യത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആകെ ഒരെണ്ണേ ഉള്ളൂ, ബൾക്ക് മോഡുലസ്. നോ നീഡ് ടു ബോദർ അബൌട്ട് ദ യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്. കാരണം വാട്ടർ ലിക്വിഡ് ആണ്, എയർ ഗ്യാസ് ആണ്. രണ്ടുപേർക്കുമുള്ള മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഒറ്റയാളും, ദാറ്റ് ഇസ് കോൾഡ് ബൾക്ക് മോഡുലസ്. അപ്പൊ വി വാണ്ട് ടു കമ്പയർ ദ ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ആൻഡ് എയർ ഇൻ ഓർഡർ ടു ഫൈൻഡ് വിച്ച് ഈസ് മോർ എലാസ്റ്റിക്. ആരാണ് കൂടുതൽ എലാസ്റ്റിക് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ രണ്ടിന്റെ ബൾക്ക് മോഡുലസ് ആണ് നോക്കേണ്ടത്. അത് ഒന്നാമത്തെ പോയിന്റ്. അങ്ങനെ പോയിന്റ് ആയിട്ട് ഇതിനെ പഠിക്കാവുള്ളൂ ഇനി. അപ്പൊ കൂടുതൽ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ബൾക്ക് മോഡുലസ് ഉള്ള ആളാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആ പോയിന്റാണ് ഞാൻ ഇന്നലെ ആദ്യമായിട്ട് എഴുതി തന്നത്, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി തന്നത്. വിച്ച് ഈസ് മോർ എലാസ്റ്റിക് എന്ന് വെച്ചാൽ മോർ എലാസ്റ്റിക് മീൻസ് മോർ ബൾക്ക് മോഡുലസ്. ആർക്കാണ് കൂടുതൽ ബൾക്ക് മോഡുലസ് ഉള്ളത് അയാളാണ് കൂടുതൽ എലാസ്റ്റിക്. അടുത്ത ചോദ്യം, ആരാണ് കൂടുതൽ ബൾക്ക് മോഡുലസ്? ആർക്കാണോ ഡെൽറ്റ വി കുറവുള്ളത് അയാളാണ് കൂടുതൽ ബൾക്ക് മോഡുലസ്. അതാണ് അടുത്ത പോയിന്റ്. കാണാം, അങ്ങനെ പോയിന്റ് സ്റ്റെപ്പ് ആയിട്ടാണ് പോണത്. ആരാണോ കൂടുതൽ ഡെൽറ്റ വി, ആർക്കാണോ ഡെൽറ്റ വി കുറവുള്ള അയാളാണ് കൂടുതൽ ബൾക്ക് മോഡുലസ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പായി. ഇനി അടുത്ത ചോദ്യം, ആർക്കാണ് ഡെൽറ്റ വി കുറവുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കുക, വാട്ടറിനാണോ എയറിനാണോ? അപ്പൊ വാട്ടർ ആണോ എയർ ആണോ കൂടുതൽ വോളിയം ചേഞ്ച് ചെയ്യാത്തത്? രണ്ടും നോക്കണം. കൂടുതൽ ചേഞ്ച് ചെയ്യാത്ത വെള്ളമാണ്, കാരണം എയറിനെ പെട്ടെന്ന് വോളിയം ചേഞ്ച് ചെയ്യാൻ എളുപ്പമുണ്ട്. വെള്ളത്തിന്റെ അത്ര ചേഞ്ച് ചെയ്യാൻ എളുപ്പമല്ല, സോളിഡിന് അത്ര കൂടെ എളുപ്പമല്ല. അത് വേറൊരു പോയിന്റാ. ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസ്, ബൾക്ക് മോഡുലസ് ഓഫ് സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബൾക്ക് മോഡുലസ് ഓഫ് ലിക്വിഡ്, ഗ്രേറ്റർ ദാൻ ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസ്. അത് വേറൊരു പോയിന്റ് ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട. ചോദ്യം ചോദിച്ചിട്ടതിന് മുമ്പ് എങ്ങനെയാ 3 ഓപ്ഷൻ തരും. ആരാണ് 3 ഓപ്ഷൻ തരും? എങ്ങനെയാ ഓപ്ഷൻ തരുന്നത്? ഞാൻ ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടിട്ട് ഐ വിൽ ഷോ യു. അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് ഐറ്റം ഈ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം. ഈ ഫിസിക്സിന് എപ്പോഴും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കും. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രിന്ന് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണം. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയിലെ ഈ സാധനത്തിന് ഗുണമുള്ളൂ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചോദ്യം ചോദിക്കണം. ഐ വിൽ ഷോ യു. നോക്കിയോ എങ്ങനെയാ പറയാ? ഇങ്ങനെ മൂന്നായിട്ട് ഇങ്ങനെ ചോദിച്ച ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞൊന്നും എനിക്കറിയില്ല, ഇന്നലെ പറഞ്ഞിട്ടില്ല. വളരെ ഇങ്ങനെ ഉണ്ടാ: ബൾക്ക് മോഡുലസ് ഓഫ് സോളിഡ്, ബൾക്ക് മോഡുലസ് ഓഫ് ലിക്വിഡ്, ബൾക്ക് മോഡുലസ് ഓഫ് ഗ്യാസ്. ഇത് ഇങ്ങനെ തരും. ഗ്രേറ്റർ ദാൻ ആണോ അതോ അങ്ങനെ ചോദിക്കും. ലെസ് ദാൻ ആണോ? ഇങ്ങനെ കണ്ടാ സിമ്പിളേ ഇവിടെ ഇൻഇക്വാലിറ്റി സിമ്പിൾ ഇങ്ങനെയൊക്കെ തരും. ഏതാണ് 2-3 ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ? ഒന്ന് പറഞ്ഞേ, എന്റെ ഓപ്ഷൻ ഒന്ന് പറഞ്ഞേ. ഹാൻഡ് റൈസ് ചെയ്യുക. ഒന്ന് പറയാൻ ഹാൻഡ് റൈസ് ചെയ്യുക. കോമൺ ആയിട്ടാണല്ലോ ചോദ്യം. ഹാൻഡ് റൈസ് ചെയ്യുക. ഇനി എന്ത് ചോദിക്കും ഹാൻഡ് റൈസ് ചെയ്യുക. പറഞ്ഞേ അഷ്കറെ, മുഹമ്മദ് അഷ്കറെ പറഞ്ഞേ. ലെറ്റ് മീ സീ. Bulk modulus of solid is great. Bulk modulus is greater than bulk modulus of liquid. Greater than bulk modulus of gas. Yes. കാരണം പറയാം മുഹമ്മദ് അഷ്കറെ. ഗ്യാസിന് ഡെൽറ്റ വി കൂടുതലായിരിക്കും. ഡെൽറ്റ വി കൂടുതലായിരിക്കും. ഇതാണ് അതിന്റെ കാരണം. ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ വോളിയം ചേഞ്ച് ചെയ്യുന്ന ആള്. സോളിഡ്, ലിക്വിഡിന്റെ വോളിയം അങ്ങനെ ചേഞ്ച് ചെയ്യില്ല. സോളിഡിന്റെ അത്ര കൂടെ ചേഞ്ച് ചെയ്യില്ല. ഇതിൽ തന്നെ ഈ സോളിഡിൽ തന്നെ ഡയമണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ആരാണ് മോർ എലാസ്റ്റിക്? സോളിഡ് ആണ്.
സോറി, ഏറ്റവും ലീസ്റ്റ് ഇലാസ്റ്റിക് ഗ്യാസ് ആണ്. അതിനേക്കാൾ നല്ല ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക് ലിക്വിഡ് ആണ്, അതിനേക്കാൾ സോളിഡ് ആണ്. അപ്പൊ വാട്ടർ ആണ്, എയർ ആണ്. സോ വാട്ടർ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ എയർ. കാരണം എന്ത് എഴുതിയാൽ മതി? ഡെൽറ്റ വിയുടെ കുറിച്ച് എഴുതിയാൽ മതി. ഇങ്ങനെയാണ് നമ്മളത് പഠിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കുട്ടികൾ പഠിക്കാറുണ്ട്, നമ്മൾ അങ്ങനെ പഠിക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യുക. അതാണ് യഥാർത്ഥ അതിന്റെ മെത്തേഡ് പഠിക്കേണ്ടത്. കാരണം ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ ആ ഒരു പാറ്റേണിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു പറയട്ടെ, അടുത്തേക്ക് പോട്ടെ. ഞാൻ ഇതിനായി എൻഡിൽ അത് പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് തന്നെ അറിയാതെ കുട്ടികളത് ചോദിച്ചോളാം. അങ്ങനെ ധൈര്യത്തോടെ ചോദിക്കണം പിള്ളേരെ. ചോദിക്കാതെ ഉള്ള പഠനങ്ങൾ മാറ്റിവെച്ചു. അപ്പൊ എത്ര നല്ല അധ്യാപനം വന്നിട്ട് കാര്യമില്ല. നമ്മൾ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണ്ടെങ്കിലും നിങ്ങൾ അതിനകത്തേക്ക് കയറി വരണം. നിങ്ങൾ ഒരുപാട്, ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കണേൽ ഒരുപാട് പുറകില്ല. നിങ്ങളെന്നല്ല, ഇപ്പത്തെ ഈ ജനറേഷനിലെ കുട്ടികൾ. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ അടുത്തത് ഒരു മോഡുലസ് കൂടെ ഉണ്ട്. ഹെഡിങ് കൊടുത്തപ്പോൾ എന്തായിരിക്കും മോഡുലസ്? എങ്ങനെയൊന്ന് എഴുതി വെക്കാം പിള്ളേര്. നമ്മൾ എഴുതി എഴുതി. ഞാൻ ആദ്യം ചോദിക്കട്ടെ, എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. സോളിഡിനായിരിക്കോ ലിക്വിഡിനായിരിക്കോ ഗ്യാസിനായിരിക്കും? ഈ മൂന്നാമത്തെ മോഡുലസിന്റെ പേര് ഷിയർ മോഡുലസ്. പേര് നമുക്കറിയില്ല. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്. മൂന്നാമത്തെ പേര് ഷിയർ മോഡുലസ്. ഷിയറിംഗ് സ്ട്രെസിന്റെ ഷിയർ മോഡുലസ് ഉണ്ട്. വേറെ പേരൊന്നുമില്ല, പ്രത്യേകിച്ച് പുതിയ പേരൊന്നുമില്ല. ഷിയർ മോഡുലസ്. ലെറ്റർ ക്യാപിറ്റൽ ജി ആണ് ഉപയോഗിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ അതിന് വേറെ പ്രത്യേക കാരണങ്ങളുണ്ട്, അത് നമ്മൾ പേടിക്കണം. ക്യാപിറ്റൽ ജി ആണ് ലെറ്റർ. ചോദിക്കുന്നത് ഇതാണ്, എന്റെ ചോദ്യം ഇതാണ്, ഏതാണ് ഇതിന്? നമ്മളെ സോളിഡിനായിക്കോ ലിക്വിഡിനായിക്കോ ഗ്യാസിനായിക്കോ, അതോ മൂന്നിനും ഉണ്ടാവോ? ഹാൻഡ് റൈസ് ചെയ്ത് നുസ്ര, ചുമ്മാ പറഞ്ഞു നുസ്ര. സോളിഡ്സിനാണ്. കാരണം കറക്റ്റ് ആണ്. കാരണം എന്താ നമ്മൾ ആലോചിക്കാനുള്ള ഒരു കാരണം? ശരിയോ തെറ്റോ എന്തെങ്കിലും ആവട്ടെ, കാരണം പറഞ്ഞേ. കാരണം എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഈ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്ന് പറഞ്ഞേ, ആരാ കാരണം പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ ഫർസിനെ, കാരണം ഒന്ന് പറഞ്ഞ ഫർസിനെ. അതെ, ശരിയ എന്ന് പറയുന്നത് സോളിഡിനല്ലേ പിള്ളേരെ. മറ്റത് ലിക്വിഡിന് പ്രത്യേക ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലല്ലോ. ലിക്വിഡിന് ഗ്യാസിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, അതിന്റെ ഷേപ്പ് എപ്പോഴും മാറാം. പക്ഷെ സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളൂ. അവരെയാണ് നമുക്ക് ചിരിക്കേണ്ടത്. അപ്പൊ സോളിഡ്സിന് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടുപേര് സോളിഡ്സിന് മാത്രമേ ഉള്ളൂ. ഒരു മോഡുലസ് ആണ് 3 പേർക്കുള്ളത്. ഇതിന് വേറൊരു പേരോടെ പറയാറുണ്ട്, റിജിഡിറ്റി മോഡുലസ്. വേറൊരു പേരോട് കേൾക്കാറുണ്ട് ഇതിന് പേര് റിജിഡിറ്റി മോഡുലസ്. കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, അത് അത്ര ഡീപ്പായിട്ട് നമുക്കില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിന് പോണവർക്ക് അതൊക്കെ ഡീപ്പായിട്ട് ഇതിന്റെ ഫോമിലേക്ക് വെച്ച് പ്രോബ്ലം ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. റിജിഡിറ്റി മോഡുലസ് ആണ് അതിന് വേറെ പേര്. ഫോമുല അത് തന്നെ വരും. ജിയുടെ ഫോമുല എന്ത് വരും? എല്ലാവരും ഒന്ന് എഴുതി കാണട്ടെ. സോജു പറഞ്ഞേ, ഫോമുല എന്ത് വരും സോജു? F/A. കൃഷ്ണാനന്റെ എഴുതിക്കോട്ടെ. കൃഷ്ണാന്റെ ഇതിന് കൂടെ F/A ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ. അത് തന്നെ. ഡെൽറ്റ എക്സ് എന്താണെന്നറിയാം, മൂവ് ചെയ്തത്. എൽ എന്താണെന്നറിയാം. ഞാൻ ചോദിക്കട്ടെ എലിസബത്തെ, ഈ എൽ എന്തായിരുന്നു? എലിസബത്തെ, ഈ എൽ എന്തായിരുന്നു ഓർക്കണ്ടോ? അല്ലല്ല, ഒന്ന് മറിച്ച് നോക്കിയ മോള്. ഷിയറിംഗിലേക്ക് പോയി നോക്ക്, വിട്ടുപോലേ. അക്മൽ അബ്ദുള്ള പറഞ്ഞ ഈ എൽ എന്തായിരുന്നു? നമ്മൾ ബാക്കിലേക്ക് മറിച്ച് നോക്കണം, കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ. പെട്ടെന്നാവട്ടെ. ആരാ ഹാൻഡ് റൈസ് ചെയ്തേ? അറിയാവുന്നവർ അപ്പൊ തന്നെ ഹാൻഡ് റൈസ് ചെയ്തോ. സന പറഞ്ഞ സന. അതല്ല ചേച്ചി, അത് ഇവിടെ വരും. ഈ എൽ എന്തായിരുന്നു? അർഷദ് മുഹമ്മദ് പറ. ഏത് ലെങ്താ?
ലെങ്ത് ആണോ? ഏത് ലെങ്താ ഉദ്ദേശിക്കുന്നത്? ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ വേറൊരു വാക്കോടെ വിളിക്കാനോ? ഹൈറ്റ് എന്ന് വിളിക്കാം. ഹൈറ്റ് ഇതായിരുന്നു എല്ല്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് എന്ന് കണ്ട. ഹൈറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, എൽ. അങ്ങനെ കണക്ട് ചെയ്യാതെ പോരുത് കേട്ടോ. ഈ എൽ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ അല്ല. നിങ്ങൾ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ അടിഭാഗവും മോൾ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഹൈറ്റ് എന്ന് പറയാം. ഹൈറ്റ് എന്ന് ഞാൻ വിളിക്കാതിരുന്ന പല കാരണമുണ്ട്. ഇപ്പൊ തൽക്കാലം വേണമെങ്കിൽ ഹൈറ്റ് എന്ന് വിളിച്ചോ. എവിടെയാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അതും അടിഭാഗവും തമ്മിലുള്ള വ്യത്യാസം, അതാണ് എൽ എന്ന് ഉദ്ദേശിച്ചത്. എഫ് ബൈ എൽ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ എൽ, അങ്ങനെ ഫോർമുല വരുന്നത്. ഓക്കെ. പൊതുവെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോണവർക്ക് ഒരു പോയിന്റ് കൂടെ പറയുന്നത് നല്ലതാണ്. ഈ ജിയും വൈയും തമ്മിലൊരു ബന്ധമുണ്ട്, ഏകദേശം ബന്ധമുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുന്നവർക്കറിയാം, ഓരോരോ മെറ്റീരിയലിന്റെ ജിയും വൈയും ബിയും തന്നിട്ടുണ്ട്. ടേബിൾ കാണാതെ പിടിക്കൊന്നും വേണ്ട, ടേബിൾ കൃത്യമായി വാല്യൂ തന്നിട്ടുണ്ട്. അലൂമിനിയത്തിന്റെ ബി എന്താ, അലൂമിനിയത്തിന്റെ ജി എന്താ, അലൂമിനിയത്തിന്റെ വൈ എന്താ. ആരെങ്കിലും ഒരാൾ ടെക്സ്റ്റ് ബുക്ക് നിർത്തി, ആരെങ്കിലും ഒരാൾ ടെക്സ്റ്റ് ബുക്ക് നിർത്തി. ഫാത്തിമ ഷിജു, ആ യങ്സ് മോഡുലസിന്റെ ടേബിളിൽ പേജ് നമ്പർ എടുത്തപ്പോൾ യങ്സ് മോഡുലസ് വരുന്ന ടെക്സ്റ്റ് പേജ് നമ്പർ ഒന്ന് എടുത്തേ. യങ്സ് മോഡുലസ് ഉള്ള ഹെഡിങ് വരുന്ന ഫാത്തിമ. അതിനകത്ത് ടേബിൾ ഉണ്ടോ നോക്കിയാൽ യങ്സ് മോഡുലസ് ഓഫ് സം സ്പെസിഫിക് മെറ്റീരിയൽസ് ടേബിൾ. അതിന്റെ ഹെഡിങ് ആ ടേബിളിന്റെ യങ്സ് മോഡുലൈ ആൻഡ് yield strengths of some material. ഉണ്ടാ, അതാണ് ചുമ്മാ. അത് ഒരു ടേബിളാ, ഡേറ്റ ടേബിൾ എന്നാ പറയണത്. ഡേറ്റ ടേബിൾ നമ്മൾ എഞ്ചിനീയറിംഗിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അങ്ങനത്തെ ടേബിൾ തരും പരീക്ഷയ്ക്ക്. അത് നമ്മൾ ക്ലാസ് ടേബിൾ പോലെ ഡേറ്റ ടേബിൾ അല്ല. അത് കാണാതെ പഠിക്കൊന്നും വേണ്ട, പ്രോബ്ലം ചെയ്യാൻ അത് വെച്ച് ചെയ്തോളാം. അല്ല, എല്ലാം കാണാതെ പഠിക്കാൻ പറ്റും. ആ പേജ് നമ്പർ എന്ന് പറഞ്ഞപ്പോൾ പേജ് നമ്പർ 239. വേറെ ടെക്സ്റ്റ് ബുക്ക്, പഴയ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് വിശാല എന്താ പേജ് നമ്പർ? വിശാൽ പേജ് നമ്പർ എത്ര ഇതിന്റെ? 235. നോക്കിയപ്പോഴേ പഴയ ടെക്സ്റ്റ് അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് ഒക്കെ പറഞ്ഞോ നോക്കട്ടെ. അത് തന്നെ ഇലാസ്റ്റിക് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും, യങ്സ് മോഡൽസ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 3 കോളം പറഞ്ഞു. ഒരു ഐഡിയ കിട്ടാനാ വായിച്ച ഫാത്തിമ. ആദ്യത്തെ ആളെ നമ്മളെ സബ്സ്റ്റൻസ് അലുമിനിയം. അലുമിനിയത്തിന്റെ എത്ര യങ്സ് മോഡൽസ്? ഡെൻസിറ്റി എത്ര? ഡെൻസിറ്റി 2710. നിങ്ങൾ ഇപ്പൊ അത് കണ്ടോ? എഴുതൊന്നും വേണ്ട, നോക്കിയോ ടെക്സ്റ്റ് ബുക്കുകൾ. പിന്നെ യങ്സ് മോഡുലസ് 70. 70 ആണ് യങ്സ് മോഡുലസ്. നമുക്ക് ഏറ്റവും അറിയേണ്ടത് യങ്സ് മോഡുലസ്. അവന് 70 എന്നുള്ള വാല്യൂ. തൊട്ട് താഴെ മെറ്റീരിയൽ ഏതാ? അലുമിനിയം കഴിഞ്ഞിട്ട് കോപ്പറിന്റെ എത്ര? 110. പിന്നെ തൊട്ട് താഴെ അയൺ 190. പിന്നെ സ്റ്റീൽ 200. സ്റ്റീല് കണ്ടോ? 200. വളരെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ കണ്ടോ പിള്ളേര്? അലൂമിനിയം, കോപ്പർ, അയൺ, അതിനേക്കാൾ കൂടുതൽ സ്റ്റീലിന്. അപ്പൊ സ്റ്റീലാണ് മോർ എലാസ്റ്റിക്. കണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടോ? തലയാട്ടിക്ക് ചുമ്മാ മനസ്സിലായാൽ മതി. തലയാട്ടിക്ക് ശരി. ഫറാൻ കാണുന്നില്ല. ഫറാൻ കാണാൻ പറ്റണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ നിനക്ക്? നന്നായി, ശരി. ഓക്കെ. അടുത്തടുത്ത് ഫാത്തിമ. അവൻ സാറ് പറഞ്ഞു വണ്ടടിച്ചിരിക്കുക. നന്നായി പറഞ്ഞു. പറഞ്ഞേ അടുത്ത നോക്കി. അല്ല, അടുത്ത കോളം എടുത്ത് യങ്സ് മോഡൽസ് കഴിഞ്ഞിട്ട് ബൾക്ക് മോഡൽസ് ഒരു ടേബിൾ ഉണ്ടല്ലോ, അതൊന്നും എടുത്ത്. അതേപോലെ കുറച്ച് മറിച്ച് ബൾക്ക് മോഡൽസിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞ ഐഡിയ വേണല്ലോ. യഥാർത്ഥത്തിൽ NCERT ബുക്ക് എന്ന് പറഞ്ഞൊരു സിലബസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സിലബസിനെ കുറിച്ചൊരു ഐഡിയ വേണം. എവിടെയൊക്കെ ഈ സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കുറെ പ്രിന്റഡ് നോട്ട് മാത്രം കണ്ടിട്ട് പുസ്തകം കാണാത്ത കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് പഠിക്കുമ്പോഴോ ഇപ്പോഴും അതെ. മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കാണാത്ത കുട്ടികളുണ്ട്. നിങ്ങൾ എവിടെ ചെന്നാലും ഈ NCERT, നിങ്ങളിപ്പോ എൻട്രൻസിന്റെ റിപ്പീറ്റിന് പോയാൽ ഈ NCERT ആദ്യം കംപ്ലീറ്റ് ഞങ്ങൾ പഠിപ്പിക്കുക, എന്നിട്ട് അതിന്റെ സാധനങ്ങളെ വൈഡായിട്ട് ചെയ്യും. അതുകൊണ്ട് ഇത് സിലബസ് ആണ്. ഇതിലൊന്നും മാറി ചോദിക്കരുതെന്നാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കാവുന്ന ഏത് എക്സാമിനും, +2 ലെവലിലുള്ള ഏത് എക്സാമിനും. അതിപ്പോ NDAക്ക് പോയിക്കോ, നിങ്ങൾ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാമിന് പോക്കോ, ക്യുസാറ്റിലെ എക്സാമിന് പോക്കോ, ഓൾ ഇന്ത്യ എൻട്രൻസിന് പോക്കോ, കേരള എൻട്രൻസിന് പോക്കോ, എല്ലാം ഇതാണ്. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകത്തെ കുറിച്ച് ഐഡിയ വേണം. ശരി. എന്താ പോലെ അടുത്തത്? അലുമിനിയം ബൾക്ക് മോഡുലസ് 72 ആണ്. ഓക്കെ. പിന്നെ ബ്രാസിന്റെ 61. കോപ്പർ 140.
140. ഇതുപോലെ മറിച്ച് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഈ ഷിയർ മോഡുലസിലേക്ക് വന്ന് റിജിഡിറ്റി മോഡുലസ് എവിടെ ഒരു കോണമുണ്ട് മറിച്ച് അലുമിനിയം 25. അലുമിനിയം 25 ഉള്ളൂ. അതാണ് രസം. പിന്നെ കോപ്പർ 42. കോപ്പർ 42 കണ്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഫാത്തിമ, അലൂമിനിയത്തിന്റെ യങ്സ് മോഡുലസ് ആണോ ഷിയർ മോഡുലസ് ആണോ കൂടുതൽ അലൂമിനിയത്തിൽ? യങ്സ് മോഡുലസ്. എത്രയാണ് യങ്സ് മോഡുലസ്? 70. ഇത് എത്രയാ? 25 ഉള്ളൂ. കണ്ടോ പിള്ളേരെ. അപ്പൊ അലൂമിനിയം എന്ന് പറയുന്ന മെറ്റീരിയലിന് യങ്സ് മോഡുലസ് കൂടുതലാ, അത് വലിച്ചാൽ വലിയില്ല. ഷിയർ മോഡുലസ് കുറവാ, 25 ആണ്ടുള്ളൂ. അതുപോലെ കോപ്പർ എത്രയാ പറഞ്ഞേ? മറ്റേ പറഞ്ഞേ? യങ്സ് മോഡുലസ് 110. 110 ആ, 110 ഉണ്ട്. ഇവിടെ വരുമ്പോ ഷിയർ മോഡുലസ് 42 ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം നമുക്കൊരു റിലേഷൻ പറയാൻ പറ്റും. ഏകദേശം ഏതൊരു മെറ്റീരിയലിന്റെയും Y എന്ന് പറയുന്നത് ജിയുടെ ഏകദേശം എത്ര ടൈംസ് ആയിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏകദേശം ഒന്ന് പറഞ്ഞു നോക്കിയേ. അലീഫ, ഏകദേശം എത്ര ടൈംസ് ഉണ്ടാവും? ഇരട്ടിയാണോ അതോ ഏകദേശം എത്ര ടൈംസ് ഉണ്ടാവും? ഒരു 2.5യുടെ മുകളിലുണ്ടാവും. നമുക്ക് ഏകദേശം ഒരു 3 ടൈംസ് എന്ന് പറയാം. ഇങ്ങൊരു റിലേഷൻ പൊതുവെ എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റും. യങ്സ് മോഡുലസ് അവന്റെ തന്നെ ആ മെറ്റീരിയലിന്റെ തന്നെ ഷിയർ മോഡുലസിനേക്കാൾ ഏകദേശം ഒരു 3 ഇരട്ടി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു റിലേഷനോടെ ഉണ്ട് എന്ന് പിള്ളേർ ഓർത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത്. അല്ലാതെ കുറെ ചവറ് കണക്കിന് ഐറ്റംസ് അതിനകത്തുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കുറെ അതിന് NCERT ഒരുപാടുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇതൊക്കെ പഠിക്കുന്നത് അതിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും കളയാതെ ഞാൻ ഏകദേശം ഒക്കെ പറഞ്ഞു. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ചാപ്റ്റർ നമ്പർ 10. ഇതേ ഹെഡിങ് ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഫ്ലൂയിഡ്സ് എന്തൊക്കെ സ്വഭാവം കാണിക്കും? നിങ്ങൾ ഫോഴ്സ് കൊടുത്താൽ എങ്ങനെ ഫ്ലൂയിഡ്സ് പ്രതികരിക്കും? അവന്റെ സ്ട്രെസ് എന്താണ്? അവന്റെ സ്ട്രെയിൻ എന്താണ്? അവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ശരി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ത്രസ്റ്റ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ത്രസ്റ്റ്. ഈ വാക്കിനെ കുറിച്ച് അറിയാവുന്നവരൊന്ന് പറഞ്ഞു. എന്തെങ്കിലും അറിയാവുന്നവരൊന്ന് പറഞ്ഞു. ട്രസ്റ്റ് എന്നുള്ള വാക്കാരിയതാണ്. മരിയ രാജ്യം എന്താ പറയുക ട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രഷറാണ്. ആബ്സല്യൂട്ട്ലി പ്രഷർ തന്നെയാണ്. നമ്മളൊരു വാക്കിനകത്ത് പറയുന്നത് പ്രഷർ തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും മരിയ? ഈ പ്രഷർ എന്ന് ചില സ്ഥലത്ത് വാക്ക് ഉപയോഗിക്കുന്നു, ചില സ്ഥലത്ത് സ്ട്രെസ് ഉപയോഗിക്കുന്നു, ചില സ്ഥലത്ത് ത്രസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നു. മരിയ, എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത് തമ്മിൽ? ഈ പ്രഷറും ത്രസ്റ്റും തമ്മിൽ സംഭവം സെയിം, ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. കേട്ടോ, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആരെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും വ്യത്യാസം പറയാനുണ്ടോ? സ്കൂളിൽ പഠിച്ചവരോ? ഞാൻ പഠിക്കാത്തവരോ അങ്ങനെ പറഞ്ഞില്ല. കാര്യം 8ാം ക്ലാസ്സിൽ കേൾക്കുന്ന വാക്കാണ് എങ്കിലും ഞാൻ പറയാം. കേട്ടോ, നമുക്കത് തീയാറില്ല അവിടെ. അയവിറ്റല്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അതൊന്ന് പറഞ്ഞു. ആരാ പറഞ്ഞു? ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ആരാ പറഞ്ഞു? ഫ്ലൂയിഡ്സ് പറ. ആൻമരിയ ഫ്രാൻസിസ് പറ. ലിക്വിഡും ഗ്യാസും കൂടിയ ആളെയാണ് നമ്മൾ ഈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ശരിയാ? സോളിഡ് അല്ലാത്ത ബാക്കി രണ്ടുപേരെ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പിള്ളേർ, കൃഷ്ണാനന്ദേ, നീ ഇത് എഴുതാതെ തലക്ക് കഴിഞ്ഞാൽ പലതവണയാ നിന്നോട് പറയുന്നു അതിന്റെ അർത്ഥം ഇനാക്റ്റീവ് ആണെന്നാണ്. ഇത് എഴുതാൻ സാറേ എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നീ കൈപൊക്കണം. ഇത് അറിയാൻ ആകെ 5-6 പേരെ കൈപൊക്കിട്ടുള്ളൂ എല്ലാത്തിനും കൂടി. ആ കുട്ടികൾ വരെ എഴുതുക. എന്നിട്ട് പറഞ്ഞിട്ട് ആ കുട്ടികൾ വരെ എഴുതുക. അപ്പൊ ഒരു തവണ പോലും കൈപൊക്കാത്തവർ എഴുതാതെ തലക്ക് കൈ കൊടുത്തോണ്ടിരുന്നത് എങ്ങനെയാണ് ശരിയാവണേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണല്ലേ ശരിയാവണം എന്ന് പറഞ്ഞേ കൃഷ്ണാനന്ദേ? എനിക്ക് മനസ്സിലാവണില്ല അത്.
ഞാനൊരു 10-20 കൊല്ലമായി ഞാൻ പഠിപ്പിക്കുന്നു. 2001 മുതൽ തുടങ്ങണയാണ്. എനിക്ക് മനസ്സിലാവണില്ല അത് എന്താണ് മെത്തേഡ് ഓഫ് ലേണിംഗ് കേട്ടോ. നിനക്ക് വേറെ രീതിക്ക് തിരിച്ചറിഞ്ഞത് എനിക്കറിയില്ല. അതൊന്നും ഈ മറ്റേ ഞാൻ നമ്മൾ എന്തിനല്ലേ രജനീകാന്തിനെ പോലെയാണെന്നും എനിക്കറിയാൻ പാടില്ല. ഒരു തവണ കേട്ടാൽ മതി എല്ലാം കൂടെ കയറുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നു. അതാണോ ഐറ്റം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയാണോ നീവല്ലേ? ഞാൻ എളുപ്പമായിരുന്നു. ശരി കേട്ടോ. അത് ലിക്വിഡും ഗ്യാസും ആണ് ഈ ഫ്ലൂയിഡ് എന്ന് അറിയപ്പെടുന്നത്. ശരി, ലിക്വിഡും ഗ്യാസും എന്താ ഇവരുടെ ഒരു കോമൺ പ്രത്യേകത? ആരാ പറയണേ? എന്താ ഇവരുടെ ഒരു കോമൺ പ്രത്യേകത? ആരാ പറയണേ? റിസ്വിൻ എന്ന് പറഞ്ഞ എന്താ പറയുക ഇവരുടെ പ്രത്യേകത? ഇവരുടെ പ്രത്യേകത ഈ ലിക്വിഡും ഗ്യാസിന്റെ പ്രത്യേകത ബ്രില്യന്റ് ആൻസർ. രണ്ടുപേരും ഒഴുകും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ദേ ക്യാൻ ഫ്ലോ, ദേ ക്യാൻ മൂവ്. അതാണ് പ്രത്യേകത. അപ്പൊ കോമൺ എന്താണ് പ്രത്യേകത? രണ്ടുപേരും ഒഴുകും, രണ്ടുപേരും മൂവ് ചെയ്യും. ദേ ക്യാൻ ഫ്ലോ ഫ്രം വൺ ഏരിയ. പറഞ്ഞോ പറഞ്ഞു. അതെ, അങ്ങനെ ഒരു വാക്കുണ്ട്. ആ വാക്ക് നല്ല വാക്കാണോ? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടുതലാണെന്നുള്ള വാക്ക് നല്ലതാണ്. അവർക്ക് മൂവ് ചെയ്യാൻ കുറച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ കെമിസ്ട്രി കേട്ടിട്ടുണ്ടാവും. അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അവർ തമ്മിലുള്ള കോർഡിനേഷൻ സ്ട്രക്ചർ അങ്ങനെയാണ്. കുറച്ചുകൂടെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഫിസിക്സിൽ സിമ്പിൾ ആയിട്ട് പറയണേ. ദേ ക്യാൻ ഫ്ലോ, അവർക്ക് മൂവ് ചെയ്യാം, അവർക്ക് ഒഴുകാം. അതാണ് ഫ്ലൂയിഡ്. അതാണ് നമുക്ക് പഠിക്കാറിയാം. അപ്പൊ ഇതിനകത്ത് ലിക്വിഡും വരും, ഗ്യാസും വരും. ശരി, അടുത്ത എന്റെ ചോദ്യമാണ് ത്രസ്റ്റ്. ത്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മരിയ പറഞ്ഞാൽ അത് പ്രഷർ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പൊ സ്ട്രെസ് എന്താന്ന് പഠിച്ചപ്പോ നമ്മൾ പ്രഷർ തന്നെയാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയ ആ വാക്ക് അരമണിക്കൂർ എടുത്താൽ ഞാൻ പഠിപ്പിച്ച് ബൈ വീക്ക്ലി എക്സാമിന്റെ ആ വാക്ക് വെച്ചിട്ട് ഓർക്കാവുള്ളൂ. എക്സാം പ്രഷറാണ്, പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാവുന്നതാണ് സ്ട്രെസ്. അപ്പൊ ത്രസ്റ്റും പ്രഷറും തമ്മിൽ വ്യത്യാസം. പ്രഷർ തന്നെ, പക്ഷേ പ്രഷർ ഞാൻ എക്സാം എടുക്കുന്നില്ല. നമുക്ക് ഈ ബുക്കിൽ വളരെ നോക്കി, ഈ ബുക്ക് നോക്കി ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് വ്യത്യാസം. ഈ ബുക്കിൽ നമുക്ക് ഫോഴ്സ് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കും, അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ പ്രഷർ കിട്ടും. ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കും, നോക്കി ഞാൻ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കും. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോണ്ട് ആൻസർ പറയണ എല്ലാവരും ഇങ്ങനെ കൊടുത്താൽ ഇവിടുത്തെ കൊടുക്കുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിട്ടുവരും പ്രഷർ. ഞാൻ ഈ കൊടുക്കുന്ന ഫോഴ്സിനെ ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു, അതും ഫോഴ്സ് ആണ് ബൈ ഏരിയ. ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ, അതും ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഞാൻ ഇങ്ങനെ കൊടുത്തു, അതും പ്രഷറാണ്, ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഇങ്ങനെ കൊടുത്തു, ഫോഴ്സ് ബൈ ഏരിയ പ്രഷറാണ്. ഇങ്ങനെ കൊടുത്തു, ഫോഴ്സ് ബൈ ഏരിയ പ്രഷറാണ്. ഇങ്ങനെ കൊടുത്തു, ഫോഴ്സ് ബൈ ഏരിയ പ്രഷറാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊടുത്തത് മാത്രമാണ് ത്രസ്റ്റ് എന്ന് അറിയപ്പെടുള്ളൂ. ഇങ്ങനെ കൊടുത്തത് മാത്രമാണ് ത്രസ്റ്റ് എന്ന് അറിയപ്പെടുള്ളൂ. അപ്പൊ എന്താ വ്യത്യാസം? എന്താ ത്രസ്റ്റ്? എന്താ ത്രസ്റ്റ്? ആമിന ചെയ്തു പോകുന്നത് ഞാൻ പറഞ്ഞതിന് വ്യത്യാസം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ത്രസ്റ്റ്? ഇങ്ങനെ കൊടുത്തതിന് മാത്രമേ ത്രസ്റ്റ് എന്ന് അറിയപ്പെടുള്ളൂ. ഇങ്ങനെ കൊടുത്ത ത്രസ്റ്റ് അറിയപ്പെടില്ല, ഇങ്ങനെ കൊടുത്ത ത്രസ്റ്റ്. പക്ഷെ എല്ലാവരും ഫോഴ്സ് ബൈ ഏരിയ ആണ്, എല്ലാവരും പ്രഷർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ ആമിന ചെയ്തു പോകുന്നത്? ഞാൻ ആദ്യം കൊടുത്തതിന്റെ പ്രത്യേകത സാർ പ്രഷർ എന്ന് പറയുമ്പോ സാറ് പറഞ്ഞില്ലേ കൈവിട്ട്, ഞാൻ പറയാം അങ്ങോട്ട് പോലെ കൈവിട്ട് പോലെ. ഞാൻ ചോദിച്ച ചോദ്യം ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ ആദ്യം കൊടുത്തതിന് എന്താ പ്രത്യേകത? ഞാൻ 3-4 തവണ കൊടുത്തിട്ട് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അതിൽ ആദ്യം കൊടുത്തതിന് എന്താ പ്രത്യേകത? പറഞ്ഞ ഫാത്തിമ. ആമിനെ ശ്രദ്ധിക്കുന്നില്ലാത്തോണ്ടേ പറഞ്ഞേ, അല്ല ആമിനെ വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. പറഞ്ഞില്ല ഫാത്തിമ. അതൊരു പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തത്. അത് തന്നെ നിങ്ങൾ അത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ വേറെ വാക്കൊന്നും പറയണ്ട. നല്ല വാക്കാരാ പറയണേ. സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തത് ആമിന ചെയ്തു പറഞ്ഞു. നല്ല വാക്കാരാ പറയണേ. നല്ല വാക്ക്. നല്ല വാക്ക് കൈമുക്കി പറഞ്ഞേ. ഖദീജ പറഞ്ഞേ നല്ല വാക്ക്. പെർപെൻഡിക്കുലർ, ബ്രില്യന്റ് വേർഡ്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൊടുത്തത്. പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇതൊന്നും ത്രസ്റ്റ് ഒന്നും ജീവിതത്തിൽ നിങ്ങൾ ഇനി പഠിക്കൂല. അപ്പൊ ഇത് ക്ലിയർ ആക്കി പൊക്കോളും. ത്രസ്റ്റ് അപ്പൊ ഇത് കൊടുത്തതിന്റെ ആദ്യം ഞാൻ കൊടുത്തതിന്റെ പേര് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൊടുത്തത്. പെർപെൻഡിക്കുലർ, അതായത് വേറൊരു വാക്ക് നോർമൽ. അപ്പൊ ത്രസ്റ്റ് എന്താ ശരിക്കും? ഇറ്റ് ഈസ് എ ഫോഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രഷർ എന്ന് പറയുമ്പോൾ വേറൊരു കേസ് ഉണ്ട് കേട്ടോ. ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ പ്രഷറിലേക്ക് പോകണ്ട. ചില നല്ല വാക്ക് ഞാനിവിടെ എഴുതി വെച്ചതനുസരിച്ച് ചില നല്ല വാക്ക് ഫോഴ്സ്, പ്രഷറിലേക്ക് പോകണ്ട. പ്രഷർ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഫോഴ്സ്
പ്രഷർ എന്ന് പറയണ്ടോ പിള്ളേര്? പ്രഷറാണ് സംഭവം, പക്ഷെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ പ്രഷർ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ത്രസ്റ്റ് എന്താന്ന് എഴുതിയാൽ മതി, ശ്രദ്ധിച്ച പിള്ളേരെ, ഫോഴ്സ് എഴുതിയാൽ മതി. ഫോഴ്സ് അതൊരു ഫോഴ്സ് ആണ്, അങ്ങനെ എഴുതിയാൽ ഫോഴ്സ് എഴുതിയാൽ, പ്രഷർ എന്ന് എഴുതല്ല. പ്രഷറിലേക്ക് ഞാൻ വന്ന് കാണിച്ചു തരാം. അത് എന്ത് ഫോഴ്സ് ആണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ഫോഴ്സ് ആയിരിക്കും. നേരെ പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ ചെരിഞ്ഞ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കില്ല. ഇങ്ങനെ ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് മാത്രം നമ്മൾ എന്ത് വിളിക്കുള്ളൂ? ത്രസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ത്രസ്റ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ പ്രഷർ എന്നല്ല, പെർപെൻഡിക്കുലർ ഫോഴ്സ്, നോർമൽ ഫോഴ്സ് അങ്ങനെ വിളിക്കും. ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് നോർമൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ നോർമൽ ഫോഴ്സ്. അപ്പൊ നോർമൽ നമ്മൾ സാധാരണ എന്നുള്ള അർത്ഥമല്ല ഫിസിക്സിൽ. ഫിസിക്സിൽ നോർമൽ ടു ദ സർഫസ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഓക്കെ, ഇനി അടുത്തത്, ഇനി എന്താണ് ഈ പ്രഷറുമായി ബന്ധം എന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്ലൂയിഡിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ, ഫ്ലൂയിഡിലെ പ്രഷർ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടാൽ അത് ഫോഴ്സ് ബൈ ഏരിയ എന്നല്ല. ഇപ്പൊ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതരുത്, എന്ന് എഴുതാവുള്ളൂ ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് എഴുതാവുള്ളൂ. ഇതാണ് ഈ പ്രഷറും ത്രസ്റ്റും തമ്മിലുള്ളത്. ഫ്ലൂയിഡിലെ പ്രഷർ എപ്പോഴും എന്തായിരിക്കും? ത്രസ്റ്റ് ബൈ ഏരിയ ആയിരിക്കും. വെറുതെ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പോരാ, ഇറ്റ് ഈസ് എ ത്രസ്റ്റ് ബൈ ഏരിയ. ഇതൊക്കെ എവിടെയെങ്കിലും ഈ കോമ്പറ്റീറ്റീവിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുക, സാധാരണ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാലും പിള്ളേർ അറിഞ്ഞിരിക്കണം എന്താണ് ത്രസ്റ്റ് എന്ന്. അപ്പൊ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയി ആക്ട് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അത് ഫോഴ്സ് തന്നെയാണ്, പ്രഷർ അല്ല, ഫോഴ്സ് തന്നെയാണ്. ഞാൻ ആദ്യം പ്രഷർ കഴിഞ്ഞാൽ തെറ്റാണ്, ഞാൻ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ഇത് നോക്കിയപ്പോഴാണ് ഞാനത് പ്രഷർ എന്ന് പറയാൻ പ്രശ്നമാണെന്ന് മനസ്സിലായി. അപ്പൊ ഫോഴ്സ് തന്നെ പറയാനുള്ളത്, പെർപെൻഡിക്കുലർ ഫോഴ്സ്. അപ്പൊ ഫ്ലൂയിഡിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയനേക്കാൾ നല്ല വാക്കാനാണ് ത്രസ്റ്റ് ബൈ ഏരിയ ആണ്. ചെരിഞ്ഞ ഫോഴ്സ് നമ്മുടെ കണക്കിലേക്ക്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സാധനം വെള്ളത്തിൽ മുക്കി വെച്ചാൽ വെള്ളം എന്ന് ആക്ട് ചെയ്തത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ആ ചുറ്റിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. സർഫസിൽ ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട്, നേരെ പെർപെൻഡിക്കുലർ. ചെരിഞ്ഞ് വന്ന് ആക്ട് ചെയ്യണമെന്ന് അതിനകത്ത് റോളില്ല. അത് എപ്പോഴും നേരെയുള്ളതേ കളിയുള്ളൂ, നേരെയുള്ള ഫോഴ്സിനെ റോളുള്ളൂ. ചെരിഞ്ഞ് വന്നതിന് റോളില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. നോക്കി, ഒരു വെള്ളം നോക്കിയോട്ടോ, മനസ്സിലാവണം, ശ്രദ്ധിക്കണം. ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പഠിക്കണം. ഒരു വെള്ളത്തിൽ നമ്മളിങ്ങനെ ഒരു ബോൾ ഇട്ടാക്കാം, ഇങ്ങനെ ബോൾ ഇട്ടാക്കാം. ഈ വെള്ളത്തിന്റെ ഈ ബോളിന്റെ ഈ ഭാഗത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ, കേട്ടിട്ടുള്ളവരെ, ഈ ബോൾ നമ്മൾ ഇട്ടാക്കുന്ന ഈ ഭാഗത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ചെരിഞ്ഞ ആക്ട് ചെയ്യുന്നതിനൊന്നും നമ്മൾ നോക്കണ്ടാന്ന്. നമ്മൾ ഏത് മാത്രം നോക്കിയാൽ മതി? ഈ മോളിൽ നിന്ന് ആക്ട് ചെയ്യുന്നതിന് മാത്രം നമ്മൾ നോക്കിയാൽ ഉണ്ടാവും. ഈ ചെരിഞ്ഞിന് നമ്മൾ റോൾ അതിനകത്തില്ല. ഈ മോളിൽ നിന്നുള്ള കൃത്യ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആൾക്ക് അതിനകത്ത് റോളുള്ളൂ. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറിൽ റോളുള്ളൂ. അതുകൊണ്ടാണ് ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ആരാണ്? ത്രസ്റ്റ് ബൈ ഏരിയ. ഈ ചെരിഞ്ഞ വെള്ളത്തിനൊന്നും അതിനകത്ത് റോളില്ല. മോളിൽ നിന്നുള്ള കൃത്യം വന്ന ഈ വെള്ളമാണ് എന്തുണ്ടാക്കുന്ന പ്രഷർ. എന്തിനാ? ഒരു കാര്യം ഞാൻ വെറുതെ പറയണില്ല, ഈ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോലത്തിൽ എഴുതി വെച്ചാൽ പെട്ടെന്ന് അത് എന്താവും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാനിപ്പോ തോന്നിപ്പോ വരച്ചതാ, നിങ്ങളുടെ ഇതിനകത്ത് എഴുതി വരച്ചു വെക്കും. ഓക്കെ, ഇനി എന്തായിരിക്കും ഈ ഫ്ലൂയിഡ് പ്രഷറിന്റെ SI യൂണിറ്റ്? എന്തായിരിക്കും ഫ്ലൂയിഡ് പ്രഷറിന്റെ SI യൂണിറ്റ്? ആരാ പറഞ്ഞേ? മുഹമ്മദ് അൽഫാസ്. ക്യാമറ ഓഫ് ആകല്ലേ? ആരാ പറഞ്ഞ? നീ പറഞ്ഞേ, അൽഫാസ് പറഞ്ഞേ, മുഹമ്മദ് അൽഫാസ് പറഞ്ഞേ. എന്തായിരിക്കും എന്റെ SI യൂണിറ്റ്? എടാ, SI യൂണിറ്റ് നീ കണക്ട് ആവണില്ല, ഒട്ടും കണക്ട് ആവണില്ല, ഒട്ടും ഇതിനകത്ത് കണക്ട് ആവണില്ല. കണക്ട് ആവാൻ നീ തന്നെ പണിയെടുക്കണം. പറഞ്ഞേ ഋഷാദേ പറഞ്ഞേ, എന്തായിരിക്കും SI യൂണിറ്റ്? പാസ്കൽ ആയിരിക്കും, സംശയമില്ല, പാസ്കൽ ആയിരിക്കും. കാരണം എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ് സാധനം, ഫോഴ്സ് ബൈ ഏരിയ ആണ്. ത്രസ്റ്റിന് പേരിട്ട് വിളിക്കുന്നതേ ഉള്ളൂ, പാസ്കൽ തന്നെയായിരിക്കും. അത് ശരിക്കും പാസ്കലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്ലൂയിഡിൽ ഉപയോഗിക്കുന്നത്. മറ്റേനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്ലൂയിഡിലാണ്. പാസ്കൽ തന്നെയാണ്.
പിന്നെ പ്രഷർ എപ്പോഴും ഒരു നിങ്ങൾക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാഴ്ച, ഈ പാസ്കൽ വന്നത് എവിടെ പറയും? പാസ്കൽ എന്നുള്ള വാക്ക് വന്നത് സയന്റിസ്റ്റ് ആണ് നിങ്ങളോട് പറയുന്നത്. ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ഫേമസ് സയന്റിസ്റ്റ് ആണ്. ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ശരിക്കും എന്താ പറയുക, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് അദ്ദേഹത്തിന്റെ പേര് പാസ്കൽ PA എന്ന് കൊടുക്കാൻ കാരണം അദ്ദേഹത്തിന് ഓണർ ചെയ്താണ്, അദ്ദേഹത്തിന്റെ ആദര സൂചകമായിട്ടാണ് ഈ പേരിട്ട് കൊടുത്തത്. അദ്ദേഹം അത്രയധികം പഠനങ്ങൾ നടത്തി, ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയ വൺ ഓഫ് ദ സയന്റിസ്റ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്ന അദ്ദേഹം, ബ്ലേസ് പാസ്കൽ. അദ്ദേഹത്തിന്റെ ഒരു ലോ ഉണ്ട്, അതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, പാസ്കൽസ് ലോ. പാസ്കലിന്റെ ലോ ആരാ ഓർക്കണേ? ആരാ പാസ്കലിന്റെ ലോ ഓർത്താക്കണേ? പഴയ പാസ്കലിന്റെ ലോ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള പാസ്കൽസ് ലോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ശരി, ആരെങ്കിലും ഓർക്കണ്ടോ? ഓർക്കണില്ല. ശരി, പാസ്കലിന്റെ ലോ എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓർക്കേണ്ടതാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങളുടെ എല്ലാവരും ആ ടൂത്ത് പേസ്റ്റ് എന്ന് എടുക്കുന്നത്. ടൂത്ത് പേസ്റ്റ് എന്ന് എടുത്തത് ഇല്ലേടാ, വീട്ടിലില്ലേ? തീർന്നിരിക്കുക. ഓൺലൈൻ ക്ലാസ് ആയത് നന്നായതായിരുന്നു അല്ലേ? ടൂത്ത് പേസ്റ്റ് നിർത്തുന്ന ഫർസിനെ ഇല്ലേ? ടൂത്ത് പേസ്റ്റ് എടുത്ത് കൈ പിടിച്ചേ. നമ്മുടെ ഈ മൊത്തത്തിൽ കളിയാക്കുക, മലയാളികളുടെ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞ് കളിയാക്കുക. എന്റെ വീട്ടിലും അത് അങ്ങനെ തന്നെയാ. നമ്മളിങ്ങനെ ഞെക്കി തീർത്തൊരു ടൂത്ത് പേസ്റ്റ് ആയിരിക്കും പറഞ്ഞേക്കാം പൊതുവെ, അല്ലെ? അത് ഇനി ഞെക്കാനില്ല അതിനകത്ത്. ഇനി അതിനകത്ത് ത്രസ്റ്റ് കൊടുക്കാനില്ല. നമുക്ക് ത്രസ്റ്റ് കൊടുത്ത് നമ്മള് അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കുന്നു. എനിക്ക് നിറഞ്ഞത് വേണം, നിറഞ്ഞ ടൂത്ത് പേസ്റ്റിന്റെ കവർ പോരാ. ശരി, എടുത്തെന്ന് കാണണ്ടേ? എവിടെ? കൈ പിടിച്ചാലേ, കൈ പിടിച്ചേ. ആ ശരി, കാണട്ടെ. ഇങ്ങനെ പിടിച്ചേ. ഏതാ ബ്രാൻഡ് എന്നോട് ഞാൻ അറിയട്ടെ. ഇങ്ങനെ പിടിച്ചേ. ശരി, സൻഷാദെ കാണട്ടാ. അസ്ന നജീബ്, ഇതെന്നെ അക്മല്, എല്ലാവരും കൈ പിടിച്ചേക്കണേ. അല്ലെ ഞാൻ വെറുതെ തമാശക്ക് പറയണില്ല, കണ്ടേ സംഭവം കണ്ടേ. ശരി, ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാത്തവരുണ്ടാവട്ടെ ചിലവര്. ടൂത്ത് പേസ്റ്റ് അല്ലാതെ വേറെ ഐറ്റംസ് ഉണ്ട് ഒരുപാട്. അല്ലെ വേറെ ഐറ്റംസ് ഉണ്ട്, അതുകൊണ്ടല്ല ഉപയോഗിക്കാത്തവരുടെ പല്ല് തേക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. വേറെ ഐറ്റംസ് ഉപയോഗിക്കുന്നവരുണ്ടേ. മാവിന്റെ ഇല ഉപയോഗിക്കുന്ന കുറെ നാച്ചുറൽ ആയിട്ട് കുറെ ആൾക്കാർ ടൂത്ത് പേസ്റ്റ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് എ കെമിക്കൽ ദാറ്റ് യു നോ. ടൂത്ത് പേസ്റ്റ് നിറച്ച് 24 മണിക്കൂർ മുട്ട, നമ്മുടെ സാധാരണ മുട്ട ഉണ്ടല്ലോ, മുട്ട ടൂത്ത് പേസ്റ്റ് നിറച്ചൊരു ഇതിനകത്ത് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് 24 മണിക്കൂർ ആ മുട്ടയുടെ നല്ല എരിവുള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ ആണെങ്കിൽ മുട്ടയുടെ ആ കാൽഷ്യത്തിന്റെ കവർ കംപ്ലീറ്റ് ഇല്ലാണ്ടായി പോകും, അലിഞ്ഞു പോവും. അത്ര പവർഫുൾ കെമിക്കലാണ് ഇതിനകത്ത്. കെമിസ്ട്രിയിലൊക്കെ ശരി, നിങ്ങൾ യൂട്യൂബിലേക്ക് അടിച്ചു നോക്കിയാൽ അറിയാം. ഈ മുട്ടയുടെ കവർ ഇല്ലാതെ ആയി പോകുന്നതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ്. മുട്ട ഈ ടൂത്ത് പേസ്റ്റില് മുക്കി വെക്കണം. കാൽഷ്യമാണ് മുട്ടയുടെ തൊണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ പല്ലും കാൽഷ്യമാണ്. ഒരുപാട് ടൂത്ത് പേസ്റ്റ് വന്നാണല്ലോ നമ്മുടെ പല്ലിന് കുഴപ്പം. ഓക്കെ, എന്തായാലും ഒന്ന് കാണിച്ചേ. ശരി, കാണിച്ചു. ഓക്കെ, ആബ്സല്യൂട്ട്ലി ശരി. നമ്മൾ അതിനകത്ത് അത്യാവശ്യം ഉള്ള പേസ്റ്റ് ഇല്ലാത്തതിൽ നമ്മൾ കീറാൻ പോണ അവസ്ഥ ഉണ്ടാകുന്നത്. അതിനകത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യണേ? നമുക്ക് അതിന്റെ മുകളില് പേസ്റ്റ് പുറത്തേക്ക് വന്നു. നമ്മൾ എന്താ ചെയ്യണേ? നമ്മളൊന്ന് പയ്യെ, നിങ്ങളൊന്ന് തുറന്നിട്ട് പയ്യെ ഒന്ന് വരുത്തിക്ക്, മുകളിൽ പേസ്റ്റ് ഒന്ന് വരുത്തിക്ക്, പയ്യെ കുറച്ചൊന്ന് വരുത്തിക്ക്. ലെറ്റ് മീ സീ ഇൻ ദ ക്യാമറ. പയ്യെ ഒന്ന് വരുത്തിക്ക്. ആ ആബ്സല്യൂട്ട്ലി പയ്യെ, പുറത്തേക്ക് വരുത്തണ്ട. പുറത്തേക്ക് ചാടുന്നു. ഓക്കെ, ശരി. ഇതാ
ഫിദ ഷിയാദ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോളെ, നമ്മൾ എന്താ കൊടുത്തേ? നമ്മളെന്താ ഇതിനകത്തേക്ക് കൊടുത്തേ? ആ ട്യൂബിലേക്ക് എന്താ കൊടുത്തേ? പ്രഷർ കൊടുത്തു. പ്രഷറാണ് നമ്മൾ കൊടുത്തത്. എവിടെയാ നമ്മൾ കൊടുത്തേ? നോക്കിട്ടോ. ഈ പാസ്കൽസിൽ എന്നും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയോടെ എന്നും രാവിലെ പല്ല് തേക്കുന്നവരാണെങ്കിൽ ചിലർ പറഞ്ഞു സാറേ എന്റെ വീട്ടിൽ പേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓൺലൈൻ ക്ലാസ് ആയത് നന്നായിടാന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാലേ ഓഫ്ലൈൻ ക്ലാസ് ആണ്, ഈ പ്രശ്നമാണല്ലോ, ബാക്കിയുള്ള കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. റൈറ്റ്, നോക്കിയോ? അപ്പൊ ഞാൻ പറഞ്ഞതേ നോക്കിയേ, ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ആ പേസ്റ്റിന്റെ ബാഗ്. റൈറ്റ്, ഇതാണ് നമ്മുടെ പേസ്റ്റ്. അപ്പൊ ഫിദ ഷിയാദ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെയാണ് കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നത്. പുതിയതൊക്കെയാണെങ്കിൽ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യും അല്ലെ? ഇവിടെ പ്രസ് ചെയ്യാൻ വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ്. റൈറ്റ്, വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ്. നമ്മളൊരു ഫോഴ്സാ കൊടുക്കണേ. അതിന് ഫോഴ്സ് ബൈ ഏരിയ നമ്മളൊരു പ്രഷർ കൊടുക്കും. ഇവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ശരി, ഇവിടെ ആ പ്രഷർ ഉണ്ടാവണം. എവിടെയാ ഈ ഫിദ ഞാൻ ചോദിക്കട്ടെ, ഫിദ പ്രഷർ കൊടുത്ത സ്ഥലത്തെ പേസ്റ്റ് ആണോ യഥാർത്ഥത്തിൽ ഇവിടെ വന്നേ, പുറത്തേക്ക് വന്നത്? ഫിദ ഷിയാദ് അല്ല, അതിന്റെ താഴ്ത്തുന്നുള്ളതാ. ഇവിടെ നിന്നല്ലേ വന്നേ പുറത്തേക്ക്. ഫിദ നല്ല സ്ട്രോങ് ആയി പ്രഷർ കൊടുത്താലോ, പ്രഷർ കൂടുതൽ കൊടുത്താലോ ഇവിടുന്ന് വരുന്നതിന്റെ കൂടുതൽ വരും. ആബ്സല്യൂട്ട്ലി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഫിദ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ കൊടുത്ത പ്രഷർ നമ്മൾ ഇവിടെ മാത്രം യഥാർത്ഥത്തിൽ കൊടുത്തത് എ എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടുത്തത് കൂട്ടിക്കോ. ബിയിലും സിയിലും ഡിയിലും അതേ പ്രഷർ നമ്മൾ ഫീൽ ചെയ്തു. അതാണ് സംഭവം. അതേ പ്രഷർ നമ്മൾ ഫീൽ ചെയ്തു. അതല്ലേ അവൻ പുറത്തേക്ക് തള്ളി വന്നത്. അപ്പോ ഇവിടെ കൊടുത്ത പ്രഷർ അത് ഇങ്ങോട്ട് ചാടി, അത് ഇങ്ങോട്ട് ചാടി, അത് ഇങ്ങോട്ട് ചാടി. ഇതാണ് പാസ്കലിന്റെ ലോ. നമ്മൾ കൊടുക്കുന്ന പ്രഷർ എല്ലാ സ്ഥലത്തേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് പാസ്കലിന്റെ ലോ. ശ്രദ്ധിച്ചോളൂ, നമ്മൾ കൊടുക്കുന്ന പ്രഷർ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇതൊരു ട്യൂബ് തന്നെയായിരിക്കണം. ഈ ട്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻക്ലോസ്ഡ് ആയിരിക്കണം. എൻക്ലോസ്ഡ്, ഒരടച്ചു വെച്ചിരിക്കുന്ന, ആ പേസ്റ്റ് മാറ്റിക്കുള്ളിൽ മാറ്റി പോയിന്റിലേക്ക് വന്നോട്ടോ, അടഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത്, അടച്ചു വെച്ചിരിക്കുന്ന ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഫ്ലൂയിഡില് നിങ്ങളൊരു പ്രഷർ കൊടുത്താൽ ആ പ്രഷർ ഈക്വലി എല്ലാ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈക്വലി എല്ലാ ഏരിയയിലും. അത് ഈ എൻഡിൽ വരും, ഈ എൻഡിൽ വരും, ഈ എൻഡിൽ വരും. നമ്മളിവിടെ തുളയിട്ടാക്കണ ഹോളിട്ടാണ് ഇതിന്ന് പുറത്തേക്ക് വരും. അത് ഫ്ലൂയിഡിലാട്ടോ, ലിക്വിഡിൽ മാത്രമല്ല, എല്ലാ ഫ്ലൂയിഡിലും അങ്ങനെയാണ്. ഇതാണ് പാസ്കലിന്റെ ലോ. എലിസബത്തെ മനസ്സിലായ? അപ്പൊ ഡെയിലി രാവിലെ ഇനി പാസ്കൽസ് ലോ ഓർക്കുവോ? ശരി. അപ്പൊ എഴുതിക്കോ, ഇവരെ എഴുതിക്കോ. പ്രഷർ അപ്ലൈ നടന്നിരിക്കുന്നത് എങ്ങനെ നടക്കുള്ളൂ? ഒരു മിനിറ്റ് ദുൽഫുഖാർ എന്ന് പറഞ്ഞേ, ഒരു മിനിറ്റ് പറഞ്ഞേ. വരുള്ളൂ ഒരു ചോദ്യം. പിന്നെ എന്താ ചോദിച്ചു വിശാലെ? ആര് ചോദിച്ചു? വേറെ പറഞ്ഞിരിക്കണ പേസ്റ്റ് ആണെങ്കിൽ മാത്രല്ല നമ്മള് ആ ഏല് നിക്കുമ്പോ അത് ഞാൻ പറഞ്ഞില്ല. കേട്ടോ ഞാൻ പറഞ്ഞില്ല കേട്ടോ. അതായത് അവൻ ചോദിച്ചതാണ്, അല്ല സാറേ ഇത് ഈ നിറഞ്ഞതിൽ മാത്രമല്ലേ പറ്റൂ. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ല. നമ്മൾ സാധാരണ ഈ പേസ്റ്റ് തീരാറാവുമ്പോ നമ്മൾ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെക്കും. നമ്മൾക്കത് എല്ലാവരും അതെ. അത് നമ്മൾ അതിനകത്ത് വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല. അതിനകത്ത് 1 രൂപ 2 രൂപ 5 രൂപ 10 രൂപ ലാഭം നോക്കിയിട്ടല്ല. 10 രൂപ നമ്മുടെ വീട്ടിൽ കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഞെക്കി കൊണ്ടുവരും. നമ്മൾ വാങ്ങൂലാത്തോണ്ടാണ്, വേറൊന്നുമില്ല. ഞാനടക്കം അങ്ങനെ തന്നെയാണ്. നമ്മൾ തീർന്നാലും അത് തന്നെ ഞെക്കി കീറി അവസാനം അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കും അല്ലെ, എല്ലാവരും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വിശാലെ, നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഗ്യാപ്പ് വരരുത്, അത്രേ ഉള്ളൂ. ഫില്ലായി നിൽക്കണം. അപ്പോഴേ ഈ പ്രശ്നം നമ്മൾ കൈമാറ്റം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്യൂബില് ഫുള്ളല്ലാതെ ഗ്യാപ്പ് കിടന്നാൽ ഇവിടെ കുറച്ച് പേസ്റ്റ് ഉണ്ട്, ഇപ്പുറം പേസ്റ്റ് ഉണ്ടെന്ന് കാര്യമില്ല, ഈ ഗ്യാപ്പ് കൂടെ ഫില്ലാവില്ല. അപ്പൊ നമ്മൾ ചേർത്ത് ഇങ്ങനെ കൊണ്ടുവരില്ലേ, സിപ്പപ്പ് ഒഴിക്കുമ്പോഴും പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുന്ന് അറ്റത്ത് വെക്കും എല്ലാം കൂടെ, എന്നിട്ട് കൊടുക്കും. അപ്പോഴാണ് കൈമാറ്റം ചെയ്യും.
പിന്നെ ഇവ പറഞ്ഞല്ലേ ദുൽഫുക്കർ പറഞ്ഞല്ലേ ക്ലോസ്ഡിലേക്ക് എന്താ ദുൽഫുക്കറെ നമ്മൾ ഈ പറഞ്ഞ കൃത്യമായി ഈക്വലി എല്ലാ സ്ഥലത്തേക്കും എത്തില്ല. ക്ലോസ്ഡിലാണ് ഈ സാധനം ഏറ്റവും. ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ഉദ്ദേശിച്ചത് എത്ര വലുതായാലും കുഴപ്പമില്ല, അതിങ്ങനെ വെറുതെ കിടക്കരുത്, ലിമിറ്റ് ഇല്ലാതെ കിടക്കരുത്. എത്രത്തോളം ലിമിറ്റ് ചെയ്യാൻ അത്ര കൂടുതലായിരിക്കും. നല്ല അടുത്ത ട്യൂബാണോ, നല്ല സ്ട്രോങ് ട്യൂബാണോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ റബ്ബർ ബാൻഡ്, ഇതിപ്പോ ഒരു ബലൂൺ കൊണ്ട് ഉണ്ടാക്കിയത് കുട്ടിക്കോ, ബലൂൺ. അപ്പൊ ഇത്ര ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടൂല. ഈ പേസ്റ്റ് ഉണ്ടാക്കണ കണ്ടല്ലോ നിങ്ങൾ, ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ പിന്നെ വലുതാവില്ല. അപ്പൊ എൻക്ലോസ്ഡ് എത്രത്തോളം ആക്കാവോ അത്ര നല്ലതായിരിക്കും. ഈ പാസ്കലോ പക്കയാവണമെങ്കിൽ, അതാണ് നിങ്ങൾ ചോദിച്ചതിന്റെ പ്രത്യേകത. ഞാനത് പറയാൻ വിട്ടുപോകും. പാസ്കൽസിലോ ഞാൻ എക്സാമ്പിൾ, ഈ ചാപ്റ്ററാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് ഐറ്റം നമ്മുടെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് പെട്രോള്, ഡീസല്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈഡ്രോളിക് മെഷീൻ, JCB, ഇങ്ങനത്തെ വലിയ മെഷീനുകൾ, ഇതിനകത്തെല്ലാം ഈ കോൺസെപ്റ്റുകളായി. ഫ്ലൂയിഡിന്റെ കോൺസെപ്റ്റുകൾ, ഫ്ലൂയിഡ് ഡയനാമിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരുപാട് ഐറ്റം വരും ഇതിന്. ഞാൻ പറഞ്ഞു. അപ്പൊ എത്രത്തോളം അടുത്ത് വെക്കാവോ, എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇരിക്കാവോ ആ എൻക്ലോസ്ഡ് കവർ, അത്ര നല്ലതായിരിക്കും പാസ്കൽസിന്. ഓക്കെ, ഇനി മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഞാൻ ഡെഫിനിഷൻ പറഞ്ഞില്ല. പാസ്കൽസിലോ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഡെഫിനിഷൻ എഴുതാനും നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പ്രശ്നമില്ല. പക്ഷെ ഡെഫിനിഷൻ ലോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ്, പ്രഷർ അപ്ലൈഡ്, pressure applied at any point on an enclosed liquid is transmitted equally in all ഫ്ലൂയിഡ് എന്നല്ലത്, ഫ്ലൂയിഡ് ലിക്വിഡ് വേണ്ട. നീ ചോദിച്ചത് നന്നായി. ഇറ്റ്സ് എ ബ്രില്യന്റ് ഔട്ട് ഇൻ ദ സെൻസ് കൃത്യ ട്രാക്കിലാണ്. എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് തന്നെ നല്ലത്. എയർ ഉപയോഗിക്കാറുണ്ട് ഇതേപോലെ തന്നെ. എയർ ബ്രേക്ക് സിസ്റ്റം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എയർ ബ്രേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ. പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓൺ ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ്. ഫ്ലൂയിഡ് നല്ല വാക്ക്, ലിക്വിഡിനേക്കാൾ. നമ്മുടെ JCB, ഹൈഡ്രോളിക് മെഷീൻ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്കി, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ്. ഇതാണ് പാസ്കൽസ്. ശരി, സോളിഡിൽ ഇത്രയും പറ്റാട്ടത്. സോളിഡ് ഇങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഇരുമ്പിന്റെ ഒരു എൻഡിൽ കൊണ്ട് പ്രഷർ കൊടുക്കുന്നത് ഇരുമ്പിന്റെ അങ്ങേണ്ടിലേക്ക് അത് പോകില്ല. ഇനി അടുത്തത് ഞാൻ പറയുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ, പാസ്കൽസിലൂടെ ആപ്ലിക്കേഷൻ. ചെറിയ ക്ലാസ്സിൽ കണ്ട സാധനം പാസ്കൽസിലൂടെ ആപ്ലിക്കേഷൻ. ഒന്ന് ടൂത്ത് പേസ്റ്റ് ആപ്ലിക്കേഷൻ. ഭംഗിയായിട്ട് നല്ലൊരു ആപ്ലിക്കേഷൻ അല്ല, പക്ഷേ ഇറ്റ് ഈസ് എ ബ്രില്യന്റ് ആപ്ലിക്കേഷൻ, റൈറ്റ്? വലിയ ആപ്ലിക്കേഷൻ അല്ലാതെ സിമ്പിൾ, പക്ഷെ വളരെ ഉപയോഗപ്രദമായ ആണ്. ഒന്ന് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. ഹൈഡ്രോളിക് മെഷീൻസ്. ഹൈഡ്രോളിക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ഹൈഡ്രോളിക് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ലൂയിഡ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വാക്ക് ഉപയോഗിക്കേണ്ടത്. ഹൈഡ്രോളിക് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡുമായി ബന്ധമുണ്ട്. ഹൈഡ്രോളിക് മെഷീൻസിൽ ഒന്ന് നമ്മൾ പറയുന്നത് ലിഫ്റ്റ് ആണ്. ഹൈഡ്രോളിക് മെഷീൻസിലെ രണ്ടെണ്ണം പഠിക്കാനുള്ള ഒന്ന് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്. സംഭവം ഇതാണ്, നമ്മൾ ഈ കാറൊക്കെ നിങ്ങളുടെ ഭയങ്കര ഹെവി ആയിട്ടുള്ള കാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്കി എന്നൊക്കെ അറിയപ്പെടുന്ന സാധനങ്ങളാണ്. ഭയങ്കര വെയിറ്റുള്ള കാർ വളരെ സിമ്പിൾ ആയിട്ട്, പണ്ടത്തെ പോലെ ഇല്ല. പണ്ട് കാറ് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ഉള്ളത്, ടയർ പഞ്ചറായി കഴിഞ്ഞാൽ കാർ പൊക്കി നിർത്തുന്നതിന് വലിയ ലിവർക്ക് ഇട്ട് തിരിച്ച് കാർ പൊക്കി നിർത്താൻ വലിയ സംഭവമാണ്. ഇപ്പൊ കാറ് തന്നെ ഒരു സാധനമാണ്. നമ്മൾ ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, കാറ് പോകും. കാർ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, കാറിന്റെ പോകും. ഭയങ്കര വെയിറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന അയാളാണ് ഹൈഡ്രോളിക് ജാക്കി എന്ന് പറഞ്ഞ സാധനം.
ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ JCBയുടെ ഒക്കെ അങ്ങനെ JCBയുടെ അത് നോക്കിക്കാൻ JCBയുടെ ആ ഇതുണ്ടല്ലോ, ആ ഹുക്ക് അല്ലെങ്കിൽ ആ നമ്മൾ ബക്കറ്റ് എന്ന് പറഞ്ഞ JCBയുടെ ബക്കറ്റ് തന്നെ. ആ ബക്കറ്റ് കൊടുക്കുന്ന ഫോഴ്സ് നോക്കി നോക്കി മരമൊക്കെ ഇങ്ങനെ പിഴുതെടുക്കൂലേ, പാറൊക്കെ ഇങ്ങനെ കല്ലുകളൊക്കെ വലിച്ചെടുക്കൂലേ. ആരാണ് അത്ര ചുമ്മാ മെഷീൻ ഒന്നുമല്ല അത്. അങ്ങനെ എങ്ങനെ ഫോഴ്സ് കൊടുക്കുക? എന്ത് മെഷീൻ അങ്ങനെ വർക്ക് ചെയ്യുന്നത്? അങ്ങനെ മെഷീൻ അല്ല. അതിനകത്തൊക്കെ ചെയ്യുന്ന പരിപാടി പാസ്കൽ ലോയാണ്. അത് ശരി, എന്റെ പരിപാടി ഇതാണ്. നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, ബേസിക് അറേഞ്ച്മെന്റ് ചെയ്താണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടോ അറിയില്ല, പക്ഷെ നമുക്കിവിടെ എന്തായാലും മതി. ഇതാണ് എന്റെ ബേസിക് അറേഞ്ച്മെന്റ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ട്യൂബൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഇത്തിരി വൈഡായിട്ട് വെക്കും. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യും. ഇതിനകത്ത് ലിക്വിഡ് നിറയ്ക്കും. അത് ലിക്വിഡ് നിറയ്ക്കും. ഫ്ലൂയിഡ്, ലിക്വിഡ് ഫ്ലൂയിഡ് ഒക്കെ നിറയ്ക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ നമ്മളൊരു അറേഞ്ച്മെന്റ് ചെയ്യും. ഒരു പിസ്റ്റൺ അറേഞ്ച്മെന്റ് ചെയ്യും. പ്രസ് ചെയ്യാൻ പാകത്തിന്, ഇങ്ങനെ നമുക്ക് പ്രഷർ കൊടുക്കാൻ പാകത്തിന് പിസ്റ്റൺ. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണേ? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. F1. ഇതിന്റെ ഏരിയ നമുക്ക് A1 എന്ന് വിളിക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ അടുത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. ഇതുപോലെ തന്നെ ഇതൊരു പിസ്റ്റണാണ്. ഇത് രണ്ടും പിസ്റ്റണാണ്. പിസ്റ്റൺ, ഫസ്റ്റ് പിസ്റ്റൺ, സെക്കൻഡ് പിസ്റ്റൺ. പിസ്റ്റൺ എന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്ന സാധനം പിസ്റ്റൺ എന്ന് പറയുന്നത്, സിറിഞ്ച പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ കാർ എന്താണ് ഇപ്പൊ പൊക്കേണ്ടത്. കാറാണെങ്കിൽ നമ്മളിവിടെ കാറ് കാറിൽ കാറിവിടെ കൊണ്ടുവരും. ഒബ്ജക്റ്റ്, ഹെവി ഒബ്ജക്റ്റ്. ഇതാണ് എന്റെ സെറ്റപ്പ്. ഇവിടുത്തെ ഇവിടെ വല്ല ഫോഴ്സ് F2, ഇവിടുത്തെ ഏരിയ A2. ഉണ്ടോ? ഇനി പിള്ളേരെ കൂടെ വരച്ചു വെച്ചേ. അനീസ ആ റേഞ്ച് ക്ലിയർ ആക്കില്ലോ. അനീസ റേഞ്ച് ശരിയായില്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ മോളിൽ കൂടെ പറഞ്ഞാൽ കേൾക്കുള്ള വീഡിയോ ശരിയാവണില്ല. രണ്ടുപേരുടെ പൈസ തരേണ്ടി വരും അനീസ. മറ്റവനും അനിയനും വന്ന് കേൾക്കുവാനുള്ള ക്ലാസ് പിടി. അവനിപ്പോഴേ അതൊക്കെ പഠിക്കാവുന്ന. രണ്ടുപേരിൽ 1.5 ആളുടെ പൈസയെങ്കിലും തരേണ്ടി വരും. അവനൊരു പകുതിയായിട്ടും കൂട്ടേണ്ടി വരും. ശരി കേട്ടോ? അപ്പൊ രണ്ട് സംഭവം അതിനകത്തുള്ളത്. പിള്ളേർ നോക്കിയോ, F1 A1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സ്ഥലം. ഇവിടെയാണ് ഹെവി ഒബ്ജക്റ്റ്. ഇപ്പൊ JCBയുടെ ആണെങ്കിൽ എന്താ പറയുക, ഇതാണ് നമ്മുടെ JCBയുടെ ബക്കറ്റ്. ഏത്? ഈ രണ്ടാമത്തെ ഹെവി ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെയായിരിക്കും ബക്കറ്റ്. ബക്കറ്റ് പിടിക്കുന്ന സ്ഥലം, ബക്കറ്റ്. ഇവിടെയാണ് നമ്മൾ JCBയിലെ ആ ലിവർ അടക്കുന്നത്. എന്താ സംഭവിക്കുന്നത് അറിയോ? ഇത് ഇവിടെ നിങ്ങൾ കാണാതെ പാസ്കൽസ് ലോ വെച്ചിട്ട് ഇവിടുത്തെ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ പ്രഷർ P1 is equal to, what is the formula? Tell me, what is the formula? Fuade, what is the formula? P1 is equal to ഇവിടുത്തെ പ്രഷറിന്റെ ഫോർമുല പറഞ്ഞേ. ഫുവാദെ, എവിടെ സമയങ്ങളില് ഇവിടുത്തെ പ്രഷറിന്റെ ഫോർമുല എന്തായിരിക്കും? ഇവിടെ പ്രഷർ കൊടുക്കണ്ടല്ലോ. ഈ പ്രഷറിന്റെ ഇവിടെ കൊടുക്കാൻ നമ്മൾ പ്രഷർ കൊടുക്കുന്നു. അപ്പൊ ഈ ലിക്വിഡിലേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുന്നുണ്ട്. ആ പ്രഷറിന്റെ ഫോർമുല എന്തായിരിക്കും? പറഞ്ഞേ. അദീന സിദ്ദീഖ് പറഞ്ഞേ. A1/A1 അല്ല, പറഞ്ഞ അങ്ങോട്ട് പോലെ അത് നിങ്ങൾ വേറെ എവിടെ പഠിച്ചു വെച്ചിട്ട് പറയണേ. അതുപോലെ അങ്ങോട്ട് പോലെ. ഞാൻ ചോദിച്ചു അതിനെ ഇവിടെ ഇത് എന്താണ്? ഇവിടുത്തെ പ്രഷറിന് മാത്രം ഫോർമുല P1 = F1/A1. അത് മാത്രമേ ചോദിച്ചു.
അഫ്സറെ ഇവിടുത്തെ പ്രഷറിന്റെ ഫോമിൽ എന്തായിരിക്കും? ഇവിടെ ഉണ്ടാവുന്ന പ്രഷറിന്റെ ഫോമിൽ എന്തായിരിക്കും? അഫ്സറെ മുഹമ്മദ് അഫ്സർ F2/A2. ഒരു സംശയം ആർക്കില്ല. രണ്ട് സ്ഥലത്ത് പ്രഷർ ഉണ്ട്. നമ്മൾ കൊടുക്കുന്നിടത്ത് പ്രഷർ ഉണ്ട്. P1 = F1/A1. ഇവിടെ വന്ന പ്രഷർ ഉണ്ട്. P2 = F2/A2. അക്കോർഡിംഗ് ടു പാസ്കൽ ലോ. അപ്പൊ ഇതെല്ലാം നമ്മൾ എഴുതി വെക്കും ഫിഗറിൽ. എന്നിട്ട് നമ്മളെല്ലാം എഴുതി വെക്കും ഇവിടെ. ലെറ്റ് അങ്ങനെയുള്ള എല്ലാത്തും നമ്മൾ എഴുതുന്നത്. F1 ആരാണ്? നമ്മൾ കൊടുത്ത പ്രഷർ, നമ്മൾ എക്സെർട്ട് ചെയ്യുന്ന പ്രഷർ. A1 അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, എവിടുത്തെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ where we apply force. F1 applied force. അല്ല ഇതൊന്നും ആരും കാണാതെ പഠിക്കരുത്. ഇപ്പൊ നേരത്തെ ചോദിച്ചപ്പോൾ ആരാണ് ഇപ്പൊ കാണാതെ പഠിച്ച വേറെ ഏതോ ഫോമിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഇപ്പൊ പഠിക്കണ്ട. നിങ്ങൾ ഇത് മനസ്സിലാക്കി ചുമ്മാ മനസ്സിലാക്കി വെച്ചാൽ മതി. 2 പ്രാവശ്യം വായിക്കാൻ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. ഇതൊന്നും കാണാതെ പഠിക്കരുത്. ദൈവത്തെ ഓർത്ത് അറിഞ്ഞോ? അതേപോലെ വണ്ടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ല കേട്ടോ, ശ്രദ്ധിക്കണം. അത് ചോദ്യമാവില്ല. ഞാൻ പറഞ്ഞില്ല. ഈ വണ്ടിയുടെ മേളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് P2 ഞാൻ പറഞ്ഞില്ല. അത് മനസ്സിലാവും. F2 ആരാന്ന് വെച്ചാൽ അത് ചോദിച്ചത് നന്നായി. F2 is a force acting on the body placed. ഇങ്ങനെ വരച്ചോ. ഇങ്ങനെ വരച്ചു വെച്ചാൽ പിന്നെ മറന്നുപോയില്ല. ഇങ്ങനെ വരച്ചു വെച്ചോ. ഇങ്ങനെ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F2. ഇങ്ങനെ വരച്ചു വെച്ചാൽ വേണമെങ്കിൽ F2. ഞാൻ എന്റെ ഭാഷയിൽ പറയണില്ലേ. അപ്പൊ അത് അങ്ങോട്ട് കൊടുത്ത് മാറ്റിക്ക് വരുത്താം. നോ പ്രോബ്ലം. നിങ്ങൾ നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ മതി. ഐഡിയ അങ്ങോട്ട് മാറിപ്പോയിരുന്നുള്ളൂ. ഐഡിയ വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കണം. നിങ്ങൾ എഴുതി നോക്കി ഉറപ്പിക്കുക. അത് നിങ്ങൾ ചെയ്യില്ല. പണിയെടുക്കൂല. നിങ്ങൾക്ക് തിന്നണം. മറ്റേ ഈ പഴംപൊരി തിന്നും പോലെ തിന്നാൻ പറ്റണം. അവിടെയാണ് നിങ്ങളുടെ താല്പര്യം. ഓക്കെ. അപ്പോ F2 is the force acting on the body. A2 is the body placed. A2 is the area of cross section. A2 is the area of cross section of piston where the body is placed. ബോഡി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹെവി ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാഷ അവിടെ ഇരിക്കുന്ന ഏരിയ ആണ് F2. A2 ക്ലിയർ ആണ്? വലിയൊരു ക്വസ്റ്റ്യൻ ആൻസർ പാരഗ്രാഫ് എഴുതി ഇടങ്ങറാവരുന്നിട്ടാ. ഹരിഗോവിന്ദേ പെട്ടെന്ന് വാ. നിന്റെ റേഞ്ച് നീ ഗൾഫിൽ നിൽക്കും പോലെയാ. പറ. ഭയങ്കര ഗ്യാപ്പാണ്. സ്കൂളിൽ പഠിപ്പിച്ചാലേ ഇതൊക്കെ ഓർക്കണ്ട നീ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാസ്കൽസ് ലോ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് നിനക്ക് മനസ്സിലാവും? ഇതിനകത്ത് പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഐഡിയ? അപ്ലൈ പാസ്കൽസ് ലോ. ഈ ഫിഗർ നോക്കിയിട്ട് പാസ്കൽസ് ലോ അപ്ലൈ ചെയ്തേ. ആരാ പറയണേ? പറയാതെ ആൻഡ്രൈസ് ചെയ്ത് കുറെ പേരുണ്ട്. ആൻഡ്രൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അനന്തു രാജേഷ്, ടെൽ മീ. ഓർക്കെ അതല്ല ചോദ്യം. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ എന്താണ്? അതാ ചോദ്യം. പാസ്കൽസ് ലോ അപ്ലൈ ചെയ്തേ ഈ ഫിഗറിൽ. ഏതൊക്കെ ഫോഴ്സ് ഈക്വൽ പറഞ്ഞേ? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും കാറിൽ കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആക്കി. അതായത് F1 = F2 എന്നാണോ പാസ്കൽസ് ലോ പറയണേ? ആയിരുന്നു ഇത്ര നോക്കിയ ആയിരുന്നു മായിൻ PS പറഞ്ഞേ. എങ്ങനെ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ മായിൻ PS?
അതായത് ഏതാ പോണേ ഈക്വൽ ആയിട്ട് പോണേ? F1 ആണോ പോണേ, A1 ആണോ പോണേ, P1 ആണോ പോണേ? ഇത് F1 എന്ന് പറഞ്ഞേ ആരെ പോണേ? P1 പോവും. P1 പോയിട്ട് P1ഉം P2ഉം ഈക്വൽ ആണോടാ? മൈൻഡ് പിഎസ് എന്താ കാര്യം? ഞാൻ ഈക്വൽ ആണോ എന്ന് ചോദിച്ചോണ്ടല്ലേ അല്ലേ? അല്ലാന്ന് പറയാൻ കാരണം ഭീമാക്കേ P1ഉം P2ഉം ഈക്വൽ അല്ലേ ഭീമ? അതെ, അത് ഞാൻ ഈക്വൽ അല്ലേ എന്നല്ലേ ചോദിച്ചത്, അതുകൊണ്ടാണോ? അഭിലേ എന്തായി? അതാണ് അല്ല, സാറിന്റെ ടൂൺ മാറ്റുന്നതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ആരും ചെയ്യണ്ട. സാർ അങ്ങനെ ചോദിച്ചില്ലേ, പാസ്കൽസ് വെച്ച് പറഞ്ഞാൽ മതി. എന്ത് സാറിന്റെ ടൂൺ അനുസരിച്ചാണ് ആണോ അല്ലേന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലേ? അതെ, ആണോടാ? അല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലോ. പാസ്കൽസിനെ വെച്ചിട്ട് P1 ഈക്വൽ ടു P2 ആണ്. ബിക്കോസ് പ്രഷർ അപ്ലൈഡ് ഓൺ എ ലിക്വിഡ് ഇസ് ഈക്വലി ട്രാൻസ്മിറ്റ്. നിങ്ങൾ എവിടെ പ്രഷർ കൊടുത്തേ? ഈ ഫ്ലൂയിഡില് ഇവിടെ കൊണ്ടുപോയി പ്രഷർ കൊടുത്തു. P1 ഇവിടുത്തെ P2 എന്നൊക്കെ വിളിച്ചു, കാര്യമില്ല. ഈ P1 തന്നെയായിരിക്കും ഇവിടെ, ഈ P1 തന്നെയായിരിക്കും ഇവിടെ, ഈ P1 തന്നെയായിരിക്കും ഇവിടെ, ഈ P1 തന്നെയായിരിക്കും ഇവിടെ. ഇത് ഉണ്ടാവേണ്ട മിനിമം ബോധമാണ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് കാര്യമില്ല. ഈ ബോധം ഉണ്ടാവാതെ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ദിസ് ഈസ് കോൾഡ് ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ. പാസ്കൽസിന്റെ ആപ്ലിക്കേഷൻ ആണ് പഠിക്കാതെ പാസ്കൽസിനോട് എന്തെങ്കിലും കീഴിൽ ക്വസ്റ്റ്യൻസ് ആയി പഠിച്ചിട്ട് കാര്യമില്ല. P1 ഈക്വൽ ടു P2 ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇപ്പൊ നമുക്ക് എന്ത് ഫോർമുല കൊടുക്കാം? P1 പകരം പറഞ്ഞോ റൈമൽ, പറഞ്ഞോ റൈമൽ ഗ്രേസ്, പറഞ്ഞോ P1 പകരം ഹലോ മതിയോ? F1 മതിയോ? ഹലോ P1 പകരം എങ്ങനെ F1 കൊടുക്കണേ വെച്ചാൽ P1 ഒരു F1 കൊടുത്താൽ മതിയോ? P1 പകരം F1 ബൈ ധൈര്യമായിട്ട് കൊടുക്കുക. A1 ഈസ് ഈക്വൽ ടു F2 ബൈ A2. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുത്തു. നമുക്ക് therefore ഇതിൽ നിന്നും F2 ഈസ് ഈക്വൽ ടു എന്ത് വരും പറഞ്ഞേ? F2 ഈസ് ഈക്വൽ ടു എന്ത് വരും പറഞ്ഞേ? ആമിന അബ്ദുൾ റഷീദ് പറഞ്ഞേ. F2 ഈസ് ഈക്വൽ ടു ഫോർമുല. F2 ഈസ് ഈക്വൽ ടു ഫോർമുല F1 A2 by A1. F1 ഇത് ഇങ്ങോട്ട് പോകും. F1 into A2 by A1. ഞാൻ ചോദിക്കട്ടെ ആമിന ഒറ്റ ചോദ്യം, F2 എന്താ ആമിന? അങ്ങനെ തന്നെ പറയണം. ഒബ്ജക്റ്റിലേക്ക് കൊടുത്ത ഫോഴ്സ് F2 ആരാണ്? ഒബ്ജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് exerted on the object to be lifted. നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട ഇതൊന്നും എഴുതാൻ കേട്ടിരുന്നാ പോരാട്ടോ ഗൗരിയെ പിന്നെ എഴുതാൻ കിട്ടൂല. നമ്മൾ ഒബ്ജക്റ്റില് കൊടുക്കുന്ന നമ്മളല്ല, ആ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നത് F1 ആണ്. ഈ ലിക്വിഡ് കൊണ്ടുപോയി ഈ പൊക്കണ്ട ഒബ്ജക്റ്റില് കൊടുക്കുന്ന ഫോഴ്സ് exerted on the object by the liquid. കേട്ടില്ല? അപ്പൊ ഈ F2 എന്ന് പറഞ്ഞ സെക്കൻഡ് പിസ്റ്റൺ കൊടുക്കണ ഫോഴ്സ് അല്ല ഒബ്ജക്റ്റിന്? അതെ, സെക്കൻഡ് പിസ്റ്റൺ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കണേ. ഈ സെക്കൻഡ് പിസ്റ്റണിലേക്ക് ആരാ കൊടുക്കണേ? ഈ ലിക്വിഡാ കൊടുക്കണേ. F1 എന്ന് പറഞ്ഞാൽ മറ്റേ ഫസ്റ്റ് പിസ്റ്റൺ കൊടുക്കണം. F1 നമ്മൾ കൊടുക്കണേ. നമ്മൾ ഞെക്കുന്നത്, നമ്മൾ പ്രസ് ചെയ്ത് ഇവിടെ കണ്ടോ, നമ്മൾ പ്രസ് ചെയ്ത് ഇവിടെ. ഇത് നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ. അത് എഴുതണം. പിള്ളേർക്ക് തിരിയണം ഒരു നിർബന്ധമില്ല. ഞാനിങ്ങനെ പറഞ്ഞു പോയി ക്വസ്റ്റ്യൻസ് തിരിയണമെന്നില്ല. അമ്മ ഫുള്ളായി മനസ്സിലാവണ ടോപ്പിക്ക് ഇതൊക്കെ. അതുകൊണ്ട് ഫുള്ളാക്കി നിങ്ങൾ മനസ്സിലാക്കിക്കേ. ഫുള്ളാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് പോലെ ഫീൽ ചെയ്യല്ലേ? പറഞ്ഞു അതാണ് ചോദ്യം. അബ്സല്യൂട്ട്ലി വാട്ട് യു ടോൾഡ് ഈസ് ദ പോയിന്റ് കൺക്ലൂഷൻ. വാട്ട് യു ടോൾഡ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദ ആൻസർ, കൺക്ലൂഷൻ ഓഫ് ദ ടോപ്പിക്. ഐ വിൽ ടെൽ യു
അല്ലെ സാറേ ഏരിയ വ്യത്യാസമില്ല അവന്റെ ചോദ്യം ഇതാ. ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ആ കുറച്ചു പേരേ ഉള്ളൂ ആകെ നമ്മുടെ ക്ലാസ്സിൽ. ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് സയൻസ് പഠിക്കുന്ന ആണും പെണ്ണും വെച്ചാൽ ആണിനൊരു പ്രത്യേക ധൈര്യമുണ്ട്, പെണ്ണിനൊരു പ്രത്യേക ധൈര്യമുണ്ട്. നീ പെണ്ണായിട്ട് ജീവിക്കണം എന്ന് പറയും, സ്ത്രീകളോട് പറയും നീ പെണ്ണായിട്ട് ജീവിക്കണം, ആണുങ്ങളോട് നീ ആണായിട്ട് ജീവിക്കണം എന്ന് പറയും. അത് രണ്ടുപേർക്കും അതിന്റെ കപ്പാസിറ്റിയിലേക്ക് വളരണം എന്നാ പറഞ്ഞത്. അല്ല ഇപ്പൊ സ്ത്രീകളോട് നമ്മൾ ആണായിട്ട് ജീവിക്കാൻ പറയാൻ പറ്റില്ല, നീ ആണാരാന്ന് ചോദിക്കാൻ പറ്റില്ല. സ്ത്രീകൾക്ക് പെണ്ണാരാന്ന് ചോദിക്കാം, പെണ്ണുങ്ങൾക്ക് കപ്പാസിറ്റി. അപ്പൊ ചോദ്യം ചോദിക്കുന്നവർ അങ്ങനെ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കും. ബാക്കിയുള്ളവർ എന്തെങ്കിലും തട്ടെ, സാറേ എന്തെങ്കിലും തന്നോ, ഞങ്ങൾ എന്തെങ്കിലും തിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ഫോഴ്സ് എക്സെപ്റ്റഡ് ഓൺ ദ ഒബ്ജക്ട്, അതായത് ഈ നമ്മൾ പൊക്കേണ്ട സാധനത്തിന് കൊടുക്കണ ഫോഴ്സ് പ്രഷറിനല്ല ഇഞ്ചി റോളും, ബലം പ്രഷറിനല്ല റോള്, രണ്ടാ. പ്രഷർ വേറെ ഫോഴ്സ് വേറെ. നമ്മൾ കൊടുക്കുന്ന ഇയാൾ കൊണ്ട് മുകളിലേക്ക് പൊക്കുന്ന ഫോഴ്സ് ഒബ്ജക്റ്റ് അതാണ് F2. F2 ഡിപ്പെൻഡ്സ്, F2 ഇൻക്രീസസ്, കൂടും. എപ്പോ? 1 എന്ത് കൂടുമ്പോ? എന്തൊക്കെ സാധനങ്ങൾ കൂടിയാൽ F2 കൂടും? 1. എന്ത് കൂടണം? ഒന്ന് പറഞ്ഞ് ആൻഡ് PM. 1 എന്ത് കൂട്ടിയാൽ F2 കൂടും? F2 ഇൻക്രീസസ് വെൻ. ഒന്ന് കേട്ടില്ല? അല്ല ഈ ഫോർമുല എന്ന് പറഞ്ഞേ, വേറെ എങ്ങോട്ടും പോലെ ഈ ഫോർമുല മാത്രം എടുത്തിട്ട് പറഞ്ഞേ. ഫോർമുല അത് എനിക്ക് F2 കൂട്ടണം. എല്ലാവരും ഇവിടെ ആലോചിക്കുന്നത് വിട്ടുപോരുത്. ഈ F1 കൂട്ടണം. അപ്പൊ F2 ഇൻക്രീസസ് വെൻ F1 ഇൻക്രീസസ്. 1. 2 ആരാ പറഞ്ഞേ? അസ്ന സുജീർ പറ. അസ്ന സുജീർ 2. ഹലോ, 2-3 കുട്ടികൾ മറ്റേ ഭയങ്കര താമസം പറഞ്ഞോ. അത് A2 ഇൻക്രീസ് ചെയ്യണം. അല്ല മിർസ A2 ഇൻക്രീസ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ മിർസ? ഇത് ന്യൂമറേറ്റർ കിടക്കണ കാരണം. കറക്റ്റ് ആണോ മിർസ? അതെ. ഞാൻ ചോദിക്കട്ടെ മിർസ, A2 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അതുകൊണ്ടല്ലല്ലോ ഏരിയ ക്രോസ് സെക്ഷൻ അവിടെ അല്ലല്ലോ. അല്ലല്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോ വലുതാക്കി വെച്ചാണോ. ഞാൻ ചോദിക്കുന്നത് A2 കൂട്ടാൻ എന്താ അതിന്റെ അർത്ഥം ചോദിച്ചു. A2 കൂട്ടാന്ന് ഏറ്റവും കൂട്ടാന്ന് വെച്ചാ അവിടുത്തെ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുതൽ. എവിടത്തെ F2 സ്ഥലത്ത് ഫോഴ്സ് ഒബ്ജക്റ്റ് ഇരിക്കുന്ന. നിങ്ങൾക്ക് എവിടെയാണോ നോക്കേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെ ബക്കറ്റിൽ JCBയുടെ ബക്കറ്റിലാണോ അവിടുത്തെ ഏരിയ കൂട്ടണം. 2 സ്ഥലം. ഒന്ന് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ 2 ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ലിക്വിഡ്. ഇത് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ലിക്വിഡ്. F1 ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ലിക്വിഡ്. ലിക്വിഡിൽ കൊടുത്ത ഫോഴ്സ്. ഇത് ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ലിക്വിഡ്. ലിക്വിഡ് കൊടുക്കുന്ന ഫോഴ്സ് അതാണ് F2 ഓൺ ദ ഒബ്ജക്ട്. അപ്പൊ അത് കൂട്ടണേ ഏത് കൂട്ടണം? A2 കൂട്ടണം. A2 കൂട്ടുക ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്തെ വലിപ്പം കൂട്ടണം. ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്തെ വലിപ്പം കൂട്ടണം. എത്രത്തോളം കൂട്ടാവോ അത്ര നല്ലതാണ് കണ്ടോ. അപ്പൊ നിങ്ങൾ കാറ് വെക്കുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെക്കും, വലിയൊരു ഷീറ്റ് വെക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ കാറ് വെക്കും. അപ്പൊ കാറ് എളുപ്പത്തിൽ പോകും കണ്ടോ. ഇനിയും കൂട്ടാവോ? അത്രയും കൂട്ടും. അത്ര നല്ലത്. ചോദിക്കണം, ഇപ്പൊ ചോദിക്കണം. പറഞ്ഞു. ഈ F2-നെ ഡിപ്പെൻഡ് ചെയ്തല്ലോ ഇൻക്രീസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ നമുക്ക് ഇഷ്ടം പോലെ കൂട്ടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിക്കോ. അപ്പൊ എന്തു കൂടിക്കോളും? F2 അതിനനുസരിച്ച് തന്നെ കൂടിക്കോളും. നിങ്ങൾക്ക് കൂടുതൽ ഫോഴ്സ് ആക്ട്, നിങ്ങൾക്ക് ഒരു 100 ടൺ വെയിറ്റ് പൊക്കണം. നിങ്ങൾ അവിടെ ഏറ്റവും കൂട്ടുക, ഇച്ചിരി വലിപ്പം കൂട്ടുക, ഇച്ചിരി വീതി കൂട്ടിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അതാണ് ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രത്യേകത. അതില്ലേ പറഞ്ഞേ, ഒരു മരം മറിച്ചെടുക്കാൻ, ഒരു പാറ പൊട്ടിച്ചെടുക്കാൻ എവിടെന്നാ ഈ ഫോഴ്സ് തന്നെ?
നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്. അല്ല, നമുക്ക് അത്ര ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല. പാറക്കുട്ടിക്കാണ് ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള മോട്ടർ നമ്മുടെ ഇല്ല. പിന്നെ എന്നാ ചെയ്യണേ? അതിനുള്ള പണിയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അവിടുത്തെ ഏരിയ കൂട്ടും. ഒരു പണിയോടെ ഉണ്ട്, എളുപ്പപ്പണിയാ പറഞ്ഞില്ല, ഒരു എളുപ്പപ്പണി. മൂന്നാമത്തെ പണി ആരാ പറഞ്ഞ? മൂന്നാമത്തെ പണി പറയണേ ഇക്വേഷൻ കണ്ടിട്ട്. മൂന്നാമത്തെ പണി പറഞ്ഞ ആരാ? ഇക്വേഷൻ കണ്ടിട്ട് മൂന്നാമത്തെ പണി ആരാ പറഞ്ഞത്? 1 2 3 4 5 6 ഇഷാര. ഇഷാരയുടെ നോക്കട്ടെ എങ്ങനെയുണ്ട് മൂന്നാമത്തെ പണി? എന്താ? ബ്രില്യൻ. A1 ഡിക്രീസ് ചെയ്യുക, A1 കുറയ്ക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഐഷ തഹസീൻ, ഈ A1 കുറയ്ക്കാൻ എന്താ മോളെ പണി? കൃത്യമായിട്ട് പറയാം. എവിടത്തെ എന്താ A1 എന്താ കുറയ്ക്കണം? എവിടത്തെ എന്ന് വെച്ചാൽ ഒന്ന് പ്രാക്ടിക്കലി എന്ന് പറഞ്ഞേ. ചുമ്മാ എപ്പോഴും എഴുതിയോ ലിറ്ററലി പറയാതെ എവിടത്തെ ഏരിയ കൊടുക്കണം? ഐഷ, ഫസ്റ്റ് ലിസ്റ്റില് എന്താ സാധനം? ഫസ്റ്റ് ലിസ്റ്റിലെ ആരാ കൊടുക്കുന്ന ഫോഴ്സ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അങ്ങനെ പറയാറായി നിങ്ങൾ, അതിനുള്ള പ്രായമായി, അതാ പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത്, അവിടുത്തെ ഏരിയ നിങ്ങൾ കുറയ്ക്കുക. എവിടെയാണ് നിങ്ങൾക്ക് പൊക്കേണ്ടത്, എവിടെയാണ് വെയിറ്റ് പൊക്കേണ്ടത്, എവിടെയാണ് ഫോഴ്സ് ഭയങ്കര ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്, അവിടുത്തെ ഏരിയ കൂട്ട്. അല്ല, നിങ്ങൾ വേറെ പണിയൊന്നും എടുക്കണ്ട. അപ്പൊ ഇവിടെ ഏറ്റവും ചെറുതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പിസ്റ്റൺ, തീരെ ചെറുതാണ്. അപ്പൊ അത് ട്യൂബ് പോലെയാണ്. അവിടെ കൊണ്ടേ കൊടുക്കും. ഒരു സിറിഞ്ച് മതി, ചെറിയൊരു സിറിഞ്ച് മതി. ഇത് നമ്മൾ പൊക്കണം എന്തായിരിക്കും? ആ സിറിഞ്ച് പോയി. അതാണ് ജാക്കിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ സ്ഥലത്ത് നമ്മൾ കൊടുക്കണേ, ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഒരുപാട് പണി എടുക്കണ്ട, നിങ്ങൾ ഒരുപാട് കൊടുക്കണ്ട. ഫോഴ്സ് കൂട്ടുന്ന ഒരു പരിധി ഉണ്ട്. നമുക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സ് കൊടുക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ. മോട്ടറിന് ഒരു ഫോഴ്സ് കൊടുക്കാനേ പറ്റുള്ളൂ. ഒരു പെട്രോൾ ഒഴിച്ചാൽ നമുക്കൊരു പെട്രോൾ ഒഴിച്ച് സാധനം കറക്കി ഒരു ഫോഴ്സ് കൊടുക്കാം. അതിന് കൂടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കൈ ഒരു ഫോഴ്സിന്റെ അതിന് കൂടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ബാക്കി ആര് പണി ചെയ്തോളൂ? A1 ഏറ്റവും പണിതോളൂ. ഏറ്റവും കൂട്ട്, A1 കുറയ്ക്ക്. വളരെ ഇമ്പോർട്ടന്റ്. പാസ്കൽസ് ലോയുടെ നമ്മൾക്ക് പാസ്കൽസ് ലോ നിസ്സാര സംഭവമാണ്. JCBകളെല്ലാം വർക്ക് ചെയ്യുന്ന അതാണ്. നിങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം, ഹൈഡ്രോളിക് ബ്രേക്കുകൾ, എല്ലാ പണി ഇതാണ്. അതാണ് സംഭവം. അപ്പൊ ഇക്വേഷനിൽ നിന്ന് നമ്മൾ പഠിക്കണമല്ലോ പ്രാക്ടിക്കലി. ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയാട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നത്. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത്രയൊന്നും നിങ്ങൾ ചില പരീക്ഷയ്ക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിങ്ങനെ പഠിക്കാവൂ. അപ്പോഴല്ലേ ഇക്വേഷനും ആപ്ലിക്കേഷനും തമ്മിലുള്ള അതിന്റെ ബന്ധം മനസ്സിലാവും. പറഞ്ഞോ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ, എവിടെ പ്രശ്നം പറഞ്ഞു? പറഞ്ഞോ ദുൽഫുഖാർ. അല്ല, അവനെ ഏരിയ കുറയ്ക്കാൻ ഇതിന്റെ സൈസ്, ആ പിസ്റ്റന്റെ വലിപ്പം കൂടെ കുറച്ചാൽ മതി. ഇവിടുത്തെ കുഴൽ ചെറുതാവും. ഇവിടുത്തെ കുഴൽ വളരെ നാരോ. അതാണ് ഞാൻ വരച്ചത്, ചെറുതാക്കി വരച്ചത്. വളരെ നാരോ. ഇത് വലുതാക്കാം. എത്രത്തോളം വലുതാക്കാം അത്രയും നല്ലത്. അതാണ് സൈസ്. പ്രഷറാണ്. പ്രഷർ കറക്റ്റ് അതുകൊണ്ടേ പറഞ്ഞില്ലേ, ഇവിടെ പ്രഷർ സൈസ് കുറയും. നമുക്ക് പ്രഷറിൽ നിന്നും നമ്മൾ ഫോഴ്സിലേക്ക് വരും. അതാണ് ഇതിന്റെ വ്യത്യാസം. പല കുട്ടികളും എഴുതുമ്പോഴല്ലോ ടീച്ചർമാർ മാർക്കും കൊടുക്കും ചെയ്യും. പ്രഷർ വെച്ചുകൊണ്ട് നമ്മൾ നേരെ അതിന്റെ ഫോഴ്സിലേക്ക് ചാടണം. അപ്പൊ കളി മാറിപ്പോകും. പ്രഷർ ഈസ് ഇക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. എന്താ ഇക്വേഷൻ കളി നോക്കിട്ടോ. ഫോഴ്സ് ഈസ് ഇക്വൽ ടു പ്രഷർ ഇൻടു ഏരിയ ആയിരിക്കും. എന്താ ഏരിയ കൂടിയാൽ അവിടെ ഫോഴ്സ് കൂടും. ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കണം പിള്ളേര്. മനസ്സിലായ ഞാൻ പറഞ്ഞേ. നമ്മള് പ്രഷർ പാസ്കൽസ് ലോ ഉപയോഗിക്കും.
ഈ ശരിക്കും നീ ചോദിച്ചതിൻ്റെ അകത്തൊരു പോയിന്റ് എന്താ പറയുക, ഒരു കുട്ടി പോലും ഇതിനകത്ത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാന്നല്ലേ നമ്മുടെ ചിന്ത. അപ്പൊ നമ്മൾ മാർക്ക് കിട്ടി, മാർക്ക് കിട്ടും. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ വിൽ മേക്ക് വണ്ടേഴ്സ്. അതിന്റെ കൂടെ പഠിക്കുന്നതിന്റെ കൂടെ ഒന്നുകൂടെ ചിന്തിച്ചാൽ വിൽ മേക്ക് വണ്ടേഴ്സ്. അപ്പൊ നിങ്ങളുടെ ചോദ്യം ഷാർപ്പോ പറഞ്ഞേ. അതുപോലെ ആപ്ലിക്കേഷൻ കുറിച്ച് നമുക്ക് അതിന്റെ കൂടെ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് P1 = F1. ഇതിനകത്ത് പ്രഷറിന്റെ ആപ്ലിക്കേഷൻ പഠിപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി എത്രയും കൂടെ നോക്കിയ ദുൽഫുക്കറെ, നമ്മൾ കൊണ്ടുപോയി എത്തുന്നത് ഫോഴ്സിന്റെ ഫോർമുലയിലേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ പ്രഷർ 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 എന്ന് പറയും, പക്ഷെ അത് പാസ്കലിന്റെ ലോ ഉപയോഗിച്ച് പ്രഷർ എന്നൊക്കെ പറഞ്ഞു ഈക്വലാണെന്ന് പറയുന്നത്. പക്ഷെ ഫോർമുല വരുമ്പോൾ നമ്മൾ എന്തിനൊക്കെ കൊണ്ടുവരാം, ഫോഴ്സ് F2, force acting on the object to be lifted. We are supposed to lift that object. F2 is the force acting on that object. അതിന്റെ ഫോർമുല വരുമ്പോൾ എന്തായി പോയി, ഈ പ്രഷറിന്റെ അങ്ങോട്ട് കൊടുക്ക മാറ്റം വന്നു, A1 ആണ്. അപ്പൊ ഏരിയ കൂട്ടിയാൽ, ഇരിക്കുന്ന സ്ഥലത്ത് ഏരിയ കൂട്ടിയാൽ അവിടുത്തെ ഫോഴ്സ് കൂടും. പ്രഷർ കുറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് പ്രഷർ ആക്ട് ചെയ്യുന്ന സ്ഥലത്തെയാണ് കേട്ടോ. അതിനകത്തേക്കല്ല വന്നെ, ഫോഴ്സിലേക്ക് പിന്നെ വന്നെ നമ്മള് അങ്ങനെ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയി. ക്ലിയർ? മുന്നോട്ട് പോട്ടെ, പറഞ്ഞോ. ഫിദാ ഷാഫി, ചായ കുടിക്കണം. നമ്മുടെ ബ്രെയിൻ പറയും മതി ചിന്തിച്ച് മതി തളർത്തും. അങ്ങനെ ആവണയാ, കുറച്ച് നേരം ചിന്തിച്ചു ഇപ്പൊ ചായക്ക് എടുത്ത് വെച്ച് എന്ത് ചെയ്യണം പറഞ്ഞേ. ഫിദാ ഒരു ചായ പറഞ്ഞേ വീട്ടുകാരോട്, കേക്കട്ടെ. പറഞ്ഞേ ഒരു ചായ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞേ, ചായ വരട്ടെ അവർക്ക് മാറും. ഓക്കെ ശരി, നമുക്ക് നോക്കാം. പറഞ്ഞോ റിസ്വിനെ. ഈ കാർ അപ്പൊ ഈ പിസ്റ്റണിലോട്ട് ഫോഴ്സ് കൊടുക്കൂലേ? തിരിച്ചു കൊടുക്കൂലേ? അത് കാർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. കാർ അങ്ങനെ ഉണ്ടല്ലോ, എന്തായാലും കാർ താഴത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അതിനെ ഓവർകം ചെയ്ത് മുകളിലേക്ക് കൊടുത്താലാണ് കാർ പോകുള്ളൂ. അതാണ് പിസ്റ്റണില് ഫോഴ്സ് കൊടുക്കാൻ പാടില്ലായിരിക്കും. തിരിച്ചു കൊടുക്കുമ്പോ അതാണ് ഉദ്ദേശിച്ചത്. നല്ല ചോദ്യ. തിരിച്ചും കൂടെ കൊടുക്കാൻ, തിരിച്ച് കാർ ഇങ്ങോട്ട് വന്ന് ആക്ട് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് കൊടുക്കൂലേ? അതെന്താ വെച്ചാലേ, അത് നിങ്ങൾ നോക്കുമ്പോ എന്താ മനസ്സിലാവണമെന്ന് അറിയാമോ? തിരിച്ചും കൂടെ കൊടുക്കണേ പ്രഷർ കുറവാണ്, അവിടുത്തെ ഏരിയ കൂടുതലാണ്. ആ പ്രഷർ ഇപ്പുറത്തേക്ക് വരും, ഇങ്ങോട്ട് തന്നെ പ്രഷർ കുറവാണ്. അത് നമുക്ക് തിരിച്ചു പറയാം. ഇവിടെ കൊടുക്കാതെ പ്രഷർ ഉണ്ടാവില്ല അങ്ങോട്ട് എന്ന് പറയാം. ആ കുറച്ച് ഫോഴ്സ് എന്തായാലും നമ്മൾ കൊടുക്കണം, അല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ തിരിച്ചും കൂടെ റിട്ടേൺ അടിക്കും നീ പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കണതില്ല, നേരെ തിരിച്ചാണ്, റിവേഴ്സ് ഓപ്പോസിറ്റ് ആണ്. അവിടെ കൊടുക്കുന്ന പ്രഷർ കുറവാണ്, നമുക്ക് ഇവിടെ അത്ര ആക്ട് ചെയ്യില്ല. കാരണം തിരിച്ചൊക്കെ കുറവാണ്, എല്ലാ ഏരിയ ഇവിടുത്തെ കുറവാണ്. അപ്പൊ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വളരെ കുറവായിരിക്കും. ഓക്കെ, തിരിച്ച് കുറവായിരിക്കും, അങ്ങോട്ട് കൂടുതലായിരിക്കും. നേരെ ഓപ്പോസിറ്റ് അല്ലേ, നേരെ ഏരിയ കുറഞ്ഞു പോകും, അപ്പൊ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കുറവായിരിക്കും. ശരിയാണോ? പ്രശ്നം മനസ്സിലായ പറഞ്ഞേ. വേറെ ആരാ ചോദിച്ചേ? പറഞ്ഞോ. അതെ, F1 F2 തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇങ്ങനെ മോള് പറഞ്ഞ ഇവിടുത്തെ ഈ F1 F2 ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ F1 കുറയില്ല, ഇത് കുറയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഏരിയ കുറച്ചാ ഞാൻ പറയാം. A1 കുറയ്ക്കുമ്പോ അവിടുത്തെ F1 കുറഞ്ഞില്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. അത് ഇക്വേഷൻ ഇങ്ങനെ ഒരു കളി കിട്ടും. എന്താണെന്ന് പറഞ്ഞിട്ടോ, അത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിച്ചു വരുമ്പോൾ അവരോട് പേടിക്കണ്ട. ഇക്വേഷനിലെ കളികൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് കുറച്ച് നിങ്ങൾ ഫേസ് ചെയ്യും. V is directly proportional to I എന്ന് പറയും. വോൾട്ടേജ് കറണ്ട് വൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. കുറച്ച് നമ്മൾ പറയും വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കുറയുന്നു. +2 എല്ലാ കൺഫ്യൂഷൻ ആവും. ഇക്വേഷനിൽ അങ്ങനെ ഒരു കളിയുണ്ട്. കുറച്ച് കൂടുതൽ ചിന്തിക്കുന്നവർക്ക് കണ്ടാകുള്ളൂ. അതുകൊണ്ട് ചില കുട്ടികളുടെ ചോദ്യങ്ങൾ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. Absolutely, what you told is absolutely right. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് F1 is a force applied by us. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫോഴ്സ് ആണ് F1, എക്സ്റ്റേണൽ ഫോഴ്സ്. ശരി, absolutely. അതിനകത്ത് നമ്മൾ ഈ പിഒ എയോ ചേഞ്ച് ചെയ്തിട്ടൊന്നുമല്ല, അത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ദേവിക മനസ്സിലാക്കിയോളൂ. ദേവികയുടെ ചോദ്യം എല്ലാവരും കുറച്ചുകൂടെ ഇക്വേഷൻ ഡീപ്പായിട്ട് ചിന്തിക്കണമെന്ന് എല്ലാവരും വേണം. അങ്ങനെ സ്റ്റാൻഡേർഡിലേക്ക് ഉയരണം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്.
ജസ്റ്റ് പറഞ്ഞുതരാം, ഡീപ്പായിട്ട് ഒരുപാട് പറയണില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ് P1 A1 നമ്മൾ നോക്കിയിട്ടില്ല. നമുക്ക് ഒരു 10 ന്യൂട്ടൺ കൊടുക്കാൻ പറ്റും, നമ്മൾ 10 ന്യൂട്ടൺ കൊടുക്കും, വേറെ ഒന്നും നമ്മുടെ ചിന്തയില്ല. എന്നാൽ F2 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണമെന്നല്ല, ഈ ഫ്ലൂയിഡ് കൊണ്ട് ഈ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കണേ. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേരി ചെയ്യാം, 100, 1000, 2000, 3000 ആക്കാം. എന്ത് മാറ്റിയാൽ മതി, അവരുടെ ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്യാൻ മതി എന്നായി പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ F1 നമ്മൾ കൊടുക്കുമ്പോ അവിടെ ഏരിയ കുറവാക്കി F1 മാറ്റം വരില്ല. നമ്മൾ കൊടുത്തതാണ് F. അതാണ് F ആരാന്ന് ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞത്. ദേവിക മനസ്സിലാകാൻ നോക്കി, നമ്മൾ കൊടുത്തത് പിന്നെ മാറ്റം വരില്ല. നമ്മൾ 10 ന്യൂട്ടൺ കൊടുത്താൽ 10 ന്യൂട്ടൺ ഉണ്ടാവും. മനസ്സിലാവണ്ടോ, തിരിയണ്ടോ? പക്ഷേ F2 നമ്മൾ ഉണ്ടാക്കിയതാണ്. F2 നമ്മൾ കൊടുത്തതല്ല, നമ്മൾ ആ ഫ്ലൂയിഡിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ കൊടുക്കണമെന്നല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. 1000 ന്യൂട്ടണോ 10000 ന്യൂട്ടണോ 30000 ന്യൂട്ടണോ ഒക്കെ ഉണ്ടാക്കാം ബൈ ചേഞ്ചിങ് ഏരിയ. പക്ഷെ F1 നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. അതൊരു ഫിക്സഡ് വാല്യൂ നമ്മൾ കൊടുക്കും. അപ്പൊ അവിടെ എത്ര പ്രഷർ ഉണ്ടായിക്കോട്ടെ, എത്ര ഏരിയ ഉണ്ടായിക്കോട്ടെ, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചോ, ഞങ്ങൾ പറയാനൊന്നും നീങ്ങൂല. റൈറ്റ്, നിങ്ങൾ ചോദിക്കാം, പേഴ്സണലായിട്ട് ചോദിക്കുക. എനിക്ക് ഇത്തിരി കൂടിയതാ, പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ. ബാക്കി പറഞ്ഞില്ല, ഇത്തിരി ബോറായി പറഞ്ഞ കാര്യമില്ല. ഡിപ്പെൻസ് ഓൺ ദ ഇൻഡിവിജ്വൽ, ഡിപ്പെൻസ് ഓൺ ദ ടോപ്പിക്. ചില കുട്ടികൾ ചില രീതി ചിന്തിക്കും. ചില ടോപ്പിക്ക് ഒരാൾ ദേവിക എങ്ങനെ ചിന്തിക്കും, അടുത്ത ടോപ്പിക് ചിലപ്പോൾ ദേവിക അങ്ങനെ ചിന്തിക്കില്ല, വേറെ ഒരാൾ ചോദിക്കും. ഗ്രാവിറ്റേഷൻ വരുമ്പോൾ അയാളുടെ ഫീൽഡ് ആയിരിക്കും, അയാൾ അങ്ങനെ ചോദിക്കും. അല്ലെ ആനന്ദൊക്കെ നിങ്ങൾ ഗ്രാവിറ്റേഷൻ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മതിക്കണില്ല, ഇൻട്രസ്റ്റ് എല്ലാവർക്കും പറഞ്ഞ് അമ്മ വിടുന്നില്ല. അതാ ഞാൻ അതൊക്കെ പറഞ്ഞ് അടിച്ച് രക്ഷപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെ ഫീൽഡാ. അപ്പൊ അതുകൊണ്ട് ഞാനിനകത്ത് എല്ലാം തികച്ചിട്ട് എല്ലാ ഫിസിക്സിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ഓർത്താണ് നിങ്ങൾ. ഒപ്റ്റിക്സ്, സോളിഡ്സ്, ക്രിസ്റ്റലോഗ്രഫി. ഞാൻ കുറച്ച് കൂടുതലായിട്ട് പഠിച്ച ക്രിസ്റ്റലോഗ്രഫിയാ PhDക്ക് ട്രൈ ചെയ്തപ്പോ. അതും അങ്ങനെ കൂടുതലായിട്ടൊന്നും എത്തില്ല. അങ്ങനെ കുറെ ടോപ്പിക്കുണ്ട്. ഞാൻ കുറെ അത്യാവശ്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോകും കേട്ടോ. ബാക്കി നിങ്ങൾ പിടി. റൈറ്റ്, രണ്ടാമത്തെ സംഭവമാണ് ബ്രേക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം. ബ്രേക്ക് നിങ്ങൾ ടോപ്പിക്ക് ഇതിനകത്ത് കിടക്കണേ. നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ എയർ ബ്രേക്ക് എന്നൊക്കെ പറയുന്നത് ഹൈഡ്രോളിക് ബ്രേക്ക് എന്നാ. അതിനകത്ത് സിസ്റ്റം എന്താണെന്ന് അറിയാം. നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നത് ഞാൻ ചുമ്മാ കാണിച്ചില്ല, പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ചെറിയ സ്ഥലത്ത് നമ്മൾ ബ്രേക്ക് കൊടുക്കും. ഇവിടേക്ക് നമ്മൾ ബ്രേക്ക് കൊടുക്കണം. ബ്രേക്ക് ചവിട്ടർ പെടല്, ബ്രേക്ക് നമ്മൾ ഇവിടെ കൊടുക്കും. ഇവിടെ ബ്രേക്ക് നമ്മൾ കൊടുക്കണം. ഇതാണ് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ സിസ്റ്റം എങ്ങനെയാണെന്നറിയാം, ഈ ഫ്ലൂയിഡ് ബ്രേക്ക് എന്നാ തന്നെ പറയണേ. ഇങ്ങനെയാണ് പോവാൻ ട്യൂബ്. ഇങ്ങനെ ചെന്നിട്ട് 4 ടയറിലേക്ക് കൊണ്ട് ചെല്ലും. എന്നിട്ട് 4 ടയറിലേക്ക് ചെന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അതിങ്ങനെ വീതി കൂട്ടി അങ്ങോട്ട് അപ്ലൈ ചെയ്യും. വന്നു കഴിഞ്ഞിട്ട് വീതി കൂട്ടി, ഇത് വരക്കണൊക്കെ എങ്ങനെയും വരച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ഇവിടെ ഗ്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇവിടെയും അപ്ലൈ ചെയ്യും. രണ്ടാമത്തെ ടയറിൽ ഇച്ചിരി ഭംഗിയായിട്ട് ഇങ്ങനെ ഷോയും. ഇതിങ്ങനെ ഒന്നാമത്തെ ടയറിൽ, ഫസ്റ്റ് ടയറിൽ, രണ്ടാമത്തെ ടയറിൽ ഉണ്ടാവും. ഇവിടെ ഇത് മൂന്നാമത്തെ ടയറിൽ, ഇതിങ്ങനെ വന്ന് നാലാമത്തെ ടയറിൽ. 4 ടയറിൽ അവിടെ ആക്ട് ചെയ്യും. ഇതിന്റെ ഉള്ളിൽ ഫ്ലൂയിഡ് നിറച്ചോളൂ. കാരണം ആ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സാധനം, ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് പറയില്ലേ, ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കാന്ന് പറയില്ല, ഇതാണ് ആ ഫ്ലൂയിഡ്. 4 സ്ഥലത്തേക്കാണ് ചെല്ലും. 4 പിടുത്തം. അപ്പൊ നമ്മളൊരു ചവിട്ടി കൂട്ടിയാൽ മതി. 4ലേക്ക് അവിടെ ചെന്നിട്ട് ഈക്വൽ പിന്നെ ഏരിയ കൂട്ടുമല്ലേ. കണ്ടാ, ഇതാണ് ഏരിയ. കണ്ടാ, ഏരിയ ഒരുപാട് കൂടുതലല്ലോ. 4ലേക്ക് ഈക്വലായി ചെല്ലും. കാരണം ഒറ്റ ഇതല്ലേ, ഒറ്റ എൻക്ലോസ്ഡ് ഇതല്ലേ. നമ്മളിവിടെ വളരെ ചെറുതായിരിക്കും, നമുക്ക് ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി, 4ലേക്ക് ചെല്ലും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന F1 A1 P1 ആക്റ്റീവ്. ഇവിടെ നമ്മൾ വരുന്ന A2, ഇതൊക്കെ A2 ഉൾപ്പെടും. ഇതെല്ലാം A2 ഉൾപ്പെടും. അതുകൊണ്ട് ആക്റ്റീവ് സ്ഥലമാണല്ലോ, പുറത്തേക്ക് കൊടുക്കണം. വലുതാണ്. അപ്പൊ A2 ഒരുപാട് വലുതാണ്. അങ്ങനെയാണ് ആ പിടുത്തം തന്നെ ടയർ പിടിച്ചു നിർത്തുന്നത്. ചെറുതായിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ സിസ്റ്റം ആണ്.
ഈ ഫ്ലൂയിഡ് പോയാൽ ബ്രേക്ക് കിട്ടൂല. പിന്നെ എയർ ബ്രേക്ക് തട്ടോ നിങ്ങൾ, ലോറിയുടെ ഒക്കെ എയർ ബ്രേക്ക്, ലോറിക്ക് ഇടക്ക് പുറത്തേക്ക് എക്സൈൽ കാണാൻ പറ്റില്ലേ, ശ്വാസം വിടും പോലെ ഇറക്കി വെച്ചാണല്ലേ, കാറ്റിന്ന് തള്ളിപ്പോണായിട്ടല്ലേ നിങ്ങൾ. ഈ എയർ ബ്രേക്ക് സിസ്റ്റം ചില സംവിധാനത്തിൽ കേടായി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടൂല, എത്ര ചവിട്ടിയാലും കിട്ടില്ല, എയർ അതിന്റെ ഉള്ളിൽ തള്ളിപ്പോവും. ഈ ഫ്ലൂയിഡ് അങ്ങനെ പോയാൽ പിന്നെ നമ്മുടെ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടൂല. സാധാരണ ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെയാ, നമ്മുടെ ഈ ഇതല്ലേ ബ്രേക്ക് കേബിൾ വെച്ച് പിടിക്കാം. കേബിൾ പൊട്ടിപ്പോകുമ്പോൾ ഇരിക്കും ഇതിനകത്തുള്ളിൽ ഫ്ലൂയിഡ് പോയാൽ പിന്നെ കിട്ടൂല ബ്രേക്ക്. വേറെ സിസ്റ്റം ഇല്ലേ, ഇത് വരച്ചു വെച്ചാൽ മതി, മറ്റേത് ഫോമിലേക്ക് വെച്ച് പഠിച്ചാൽ. ഇത് തന്നെ സെയിം ഫോമുല, വേറെ മാറ്റമൊന്നുമില്ല. F2 = F1 × A2/A1. അല്ലെ A1 ഇത് വളരെ കുറയ്ക്കുക, A2 കൂട്ടുക, അതുള്ള പരിപാടി. A2 സാർ. ഓക്കെ, ഇതാണ് ഹൈഡ്രോളിക് ബ്രേക്കും ഹൈഡ്രോളിക് ജാക്കി. ഹൈഡ്രോളിക് ജാക്കിക്ക് ചോദിച്ചാൽ എല്ലാ ഇതാക്കുന്നത്, എല്ലാ സിസ്റ്റവും ഇതാണ്. JCBയുടെ വർക്കിംഗ് എല്ലാ സിസ്റ്റവും ഇതാണ്. JCBയിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്ലൂയിഡ്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ JCBയിലെ ഫ്ലൂയിഡ് മാറ്റണം, ഓയിൽ മാറ്റണം? ഓയിലിന് അവർ പറയണം. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും റിലേറ്റഡ് ഉണ്ടോ JCBയുമായി? JCBയുമായി റിലേറ്റഡ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. JCB ആരുണ്ടല്ലോ, ഗൗരിയെ കണ്ടിട്ടുണ്ടോ? ഫ്ലൂയിഡ് ഓയിൽ എന്നൊക്കെ പറയും സംഭവം, അറിയോ? കേട്ടിട്ടുണ്ടോ? JCBയിലെ ഓയിൽ എന്ന് പറഞ്ഞതാ. JCBയുടെ എഞ്ചിനീയറിംഗ് ഒക്കെ ഡിപ്ലോമ ബിടെക് കഴിഞ്ഞിട്ട് JCBയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാം. പിള്ളേര് പറയാം, എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, JCB ടെക്നീഷ്യൻ. പുള്ളിയൊക്കെ പറയുന്നത് ഓയിലാണ് അതിനകത്ത്. ഓയിൽ പുതിയൊരു പ്രത്യേക ഓയിലാ. ഈ ഓയിലാണ് നടക്കുന്നത്. ഇത് കുറച്ച് നാൾ ഈ ഓയിൽ മാറ്റണം, അല്ലെങ്കിൽ JCBയുടെ പവർ കുറഞ്ഞു. ഈ ഓയിൽ പ്രത്യേക വളരെ വില കൂടിയ ഓയിലാണ്. ആ ഓയിൽ JCBയിൽ നിന്ന് ബാക്കി വരുന്ന ഓയിൽ വെച്ചിട്ട് പല വണ്ടികൾക്കും ഉപയോഗിക്കുന്നത്. JCB കുറെ നാൾ ഓടിയ ഓയിൽ ഉപയോഗിച്ച് വേറെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് സംഭവം, അയച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുകൾ ഗേജ് പ്രഷർ, മാഗ്നറ്റിക് പ്രഷർ ഒക്കെ നമുക്ക് അടുത്തും പഠിക്കാം. നമുക്ക് ഈ ബി ബാച്ചിലെ കുട്ടികൾ, ബി ബാച്ചിലെ കുട്ടികളൊന്ന് വെയിറ്റ് ചെയ്യാം. എ ബാച്ചും സി ബാച്ചും ഒന്ന് പൊക്കോ, ബി ബാച്ചിലെ കുട്ടികൾ വെയിറ്റ് ചെയ്യാൻ. ജോൺ സാർ നിങ്ങളുടെ റിസൾട്ട് അനാലിസുമായിട്ടുണ്ട്. എ ബാച്ചിലെയും ബി ബാച്ചിലെയും കുട്ടികൾ, എ ബാച്ചിലെയും സി ബാച്ച്, എ ബാച്ചിലെയും ജോൺ സാർ കയറിക്കോ, ബി ബാച്ചിൽ കയറിക്കോ കേട്ടോ. എ ബാച്ചിലെയും താങ്ക് യു. എ ബാച്ച് സി ബാച്ചിലെ കുട്ടികൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒരു മിനിറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ 9th ബൈ വീക്കിലി കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കയറിയതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അതിനു മുമ്പായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും പഠിച്ചിട്ട് തന്നെ ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുക കേട്ടോ. പഠിച്ചിട്ടേ കയറാവുള്ളൂ. നമ്മളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ ഓഫീസിൽ വരാൻ പറയും, അപ്പോൾ നിർബന്ധമായിട്ട് വരണം. അതേപോലെ ക്ലാസ്സിൽ ആബ്സെന്റ് ആവുന്ന സ്റ്റുഡൻസിന്റെ എണ്ണമൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആബ്സെന്റ് ആവാൻ പാടില്ല കേട്ടോ. നമ്മൾ ആബ്സെന്റ് ആയാൽ 5 ആബ്സെന്റ് കൂടുമ്പോൾ നമ്മൾ എന്തായാലും പേരന്റിനെ കുട്ടിയുടെ ഓഫീസിൽ വരുത്തിക്കും. അതിനൊരു എക്സ്ക്യൂസും ഉണ്ടാവില്ല കേട്ടോ. അത് ആരാണെങ്കിലും ഞാൻ വരുത്തിക്കും. അപ്പോൾ വന്നില്ലെങ്കിൽ പിന്നെ ക്ലാസ്സിൽ കയറ്റണമെങ്കിൽ പിന്നെ പാടായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുക. അതേപോലെ അസുഖ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഓഫാക്കി വെച്ച് ഓഫീസിലേക്ക് വിളിച്ച് പെർമിഷൻ മേടിക്കുക, വീഡിയോ ഓഫാക്കി വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ ആബ്സെന്റ് ആകുമ്പോൾ ആ റെക്കോർഡ് ക്ലാസ് പലരും കാണുന്നില്ല. പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയിരുന്നു സാറേ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയിരുന്നു ടീച്ചറെ എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് ആണ്, അത് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആബ്സെന്റ് ആവാതെ മാക്സിമം നോക്കുക. വീഡിയോ വരെ ഓഫ് ആക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് സമയം അനാലിസിസ് എടുക്കാം. S1 കിട്ടിയ സ്റ്റുഡൻ്റ് ആണ് ആദ്യം വിളിക്കുന്നത്. ഫാത്തിമ ഷിജുവിന് മാത്രമാണ് S1 കിട്ടിയത്. ഫാത്തിമ ഷിജു, വെൽ ഡൺ. മാത്സിനാണെങ്കിൽ ഫുൾ ഉണ്ട്, ഫിസിക്സിനാണെങ്കിൽ 9 മാർക്സ് ഉണ്ട് കേട്ടോ. വെൽ ഡൺ ഫാത്തിമ. ഫാത്തിമയ്ക്ക് ലീവ് കേട്ടോ. ഓക്കെ. അഫീസ 9.5 അതിന്റെ 6 ആണ്. അഫീസയ്ക്ക് എന്ത് പറ്റി?
മാത്സ് 6 ഉള്ളൂല്ലോ. മാത്സ് ഹഫീസ ബക്കാർ എന്ത് പറ്റി? മാത്സ് ഇങ്ങനെ പഠിച്ചാൽ പോരാ കേട്ടോ. ഹഫീസക്ക് S1 എത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത എക്സാമിന് S1 എത്തണം കേട്ടോ. നെക്സ്റ്റ് വൺ ഭീമയ്ക്ക് എന്ത് പറ്റി? ഭീമ ഫിസിക്സ് ഭീമയില്ലേ? ഭീമ എന്ത് പറ്റി ഭീമ? 6.5. അടുത്ത എക്സാമിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഭീമയൊക്കെ S1 തന്നെ കാണണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അടുത്ത എക്സാമിന് മേടിക്കും. Then ഫിദ ഫാത്തിമ S2 ആണ്. 7 and 7.5. കുഴപ്പമില്ല, എന്നാലും നല്ലപോലെ മേടിക്കുക കേട്ടോ. ജമീലത്ത് 10 and 8 മാർക്സ് ആണ്. S2 കുഴപ്പമില്ലാത്ത മാർക്ക് തന്നെയുണ്ട്. ഫിസിക്സ് ഫുള്ളാണ്. അതുപോലെ മാത്സും ഫുള്ള് മേടിക്കുക കേട്ടോ. ജമീലത്ത് ഞാൻ വിളിക്കുന്നവർക്ക് ലീവ് ചെയ്ത് പോകട്ടോ. വിളിച്ചു കഴിഞ്ഞവർക്ക് ലീവ് ചെയ്ത് പോകട്ടോ. ഡൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്ത് പോവാം. ഓക്കെ, ലുക്മാൻ 9 and 8 ആണ്. S2 കുഴപ്പമില്ലാത്ത മാർക്കാണ് ലുക്മാൻ. വെൽ ഡൺ. മിർസ 7 and 6.5 ഉണ്ട്. മിർസ വെൽ ഡൺ. മിർസ S1 എത്തണം കേട്ടോ. മിർസക്കൊക്കെ നല്ല പഠിക്കാൻ നല്ല കഴിവുള്ള മിർസ കഴിഞ്ഞാലും പഠിച്ചിട്ട് പോയതല്ലേ, എനിക്കറിയാം മിർസനൊക്കെ. S1 എത്തണം കേട്ടോ. ഓക്കെ, മുഹമ്മദ് അഷ്കർ തന്നെ ഇട്ടാ. S2 അഷ്കറൊക്കെ S1 മേടിക്കാനുള്ള കഴിവുള്ള ഉഴപ്പാണല്ലോ. അടുത്ത എക്സാമിന് S1 എത്തണം കേട്ടോ. S2 ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, മുഹമ്മദ് ഫഹാൻ 6 and 8 ആണ്. ഫിസിക്സ് അത് കിട്ടിയാൽ പോരാ കേട്ടോ. 6 കിട്ടിയാൽ പോരാ. മുഹമ്മദ് റസ്വിൻ 6 and 7.5 ആണ്. 6 കിട്ടിയാൽ പോരാ കേട്ടോ. എല്ലാവരും പറയുന്നില്ല 6 കിട്ടിയാൽ പോരാ, അതൊരു 8 റേഞ്ചിലേക്കൊക്കെ എത്തണം. ഓക്കെ, റോസ്മിരിയ ഈ പ്രാവശ്യം നല്ല മാർക്ക് ഉണ്ട് കേട്ടോ. റോസ്മിരിയ 9.5 and 8. കഴിഞ്ഞ പ്രാവശ്യം ഫെയിൽ ആയിരുന്നില്ലേ ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമുക്കത് S1 എത്താം. S1 അടുത്ത് എത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ലീവ് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇനിയുള്ളവരാണ് ഫെയിൽ ആയവരും റെമഡി ഉള്ളവരും കേട്ടോ. അപ്പോൾ അവരോട് പറയാനുള്ളത്, നമുക്ക് എംബോസിഷൻ S3കാർക്ക് S4 എംബോസിഷൻ തരാൻ വേണ്ടി ഓഫീസിൽ വരണം. അത് പ്രത്യേകം പറയണ്ടല്ലോ, നമുക്കറിയാം. അതുപോലെ S5 S6 ആൻഡ് ആബ്സെന്റീസിന് ഞായറാഴ്ച നമുക്ക് റെമഡി ഉണ്ടായിരിക്കും. അത് സമയം കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലിടും. അത് കൃത്യമായിട്ട് അനുസരിച്ച് വരേണ്ടി വരും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഫെൻസ S3 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക ഫെൻസ. അടുത്ത എക്സാമിന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അർജുൻ അതുപോലെ തന്നെ S4 ആണ് കേട്ടോ. അർജുൻ അല്ലേ? S4 ആണ്. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ അർജുനെ, പഠിക്കുക. മാത്സ് ഒന്ന് ശ്രദ്ധിക്കുക. മാത്സ് കൂടുതൽ സമയത്ത് പഠിക്കുക കേട്ടോ. മാത്സ് ആണ് ഏറ്റവും എപ്പോഴും ഫെയിൽ ആവുന്നത്. അപ്പൊ മാത്സ് നീ കൂടുതൽ സമയത്ത് പഠിക്കുക കേട്ടോ അർജുൻ. ഓക്കെ, ഹാഷിം സിദ്ദിഖ് അതുപോലെ തന്നെ ഇന്ന് മീറ്റിംഗ് ഇട്ടിട്ടില്ലടാ ഹാഷിമിന്. അപ്പൊ എപ്പോഴാ സമയം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, ലീവ് ചെയ്തു. മുവാദില്ല. അൽസാഫ് മുഹമ്മദ് എന്ന് പേരൻ്റായിട്ട് വരില്ലേ? ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ പോരാ കേട്ടോ. വരുമ്പോ സംസാരിച്ചോളാം. ആസിം ഇർഫാൻ ഇല്ല. ഓക്കെ, അസ്ലം റഷീദ് അതുപോലെ മാർക്ക് കുറവാണല്ലോടാ. 4 and 4.5. ഉഴപ്പാണല്ലോ നീ. പേരന്റെ കൂട്ടി വന്നാലോ ഓഫീസിലേക്ക്. ഇങ്ങനെ ഉഴപ്പിയാണെന്ന് ശരിയാവില്ലോ. നിങ്ങൾ പൈസ കൊടുത്ത് പഠിക്കണല്ലേ, അല്ലാണ്ട് ചുമ്മാ പഠിക്കണല്ലോ. ഇർഫാൻ ഇട്ടാ 1 മാർക്കോ? നല്ല ഉഴപ്പാണല്ലോ. അല്ല, ഇവിടെ ഒന്ന് എഴുതാനും കോപ്പി അടിക്കാൻ പറ്റില്ല അല്ലേ? ഇനി ശരിയായിക്കോളാം. ശരിയാക്കിയാ കൊള്ളാം. അല്ലെങ്കിൽ പേരന്റെ കേട്ടത് ഓഫീസിലൊക്കെ വരണ്ടവരും കേട്ടോ. മുഹമ്മദ് മിഷാൽ. സാറേ, ആ ഒരാഴ്ച വീട്ടിലില്ലാത്തോണ്ടാ പറ്റിയ പഠിക്കാൻ സമയം കിട്ടില്ല. ഞായറാഴ്ച പഠിക്കാം കേട്ടോ. ശരി.
അംജിതിന് 1/2 മാർക്കോ? നീ മാത്സ് എഴുതിയില്ലല്ലോ? മാത്സ് ഉണ്ടോ നിനക്ക്? ഇല്ല, മാത്സ് നിർത്തിയായിരുന്നു. ഓക്കെ. അപ്പോ ഇങ്ങനെ പഠിച്ചാൽ പോരാട്ടാ, ഉഴപ്പാണ് നീ. നിനക്കൊക്കെ നല്ല പഠിക്കാൻ കഴിവുള്ളല്ലേ, നീ ഉഴപ്പിടക്കണ. അല്ല, അന്ന് ഞാൻ ഒന്നും പഠിച്ചില്ലായിരുന്നു, അപ്പൊ തന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു. അടുത്ത എക്സാമിന് നല്ല മാർക്ക് മേടിക്കുക. അപ്പൊ ഈ പരീക്ഷയ്ക്ക് നമ്മള് പോർഷൻസ് ഇടുന്ന അന്ന് തൊട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ, അല്ലാണ്ട് വേറെ വഴിയില്ല. ആദിൽ ജമാൽ എന്ന് പേരന്റായിട്ട് വരില്ല ഓഫീസില്? ഓക്കെ. അപ്പൊ സംസാരിച്ചോ കേട്ടോ. റിസ്വാന എന്ന് സംസാരിച്ചായിരുന്നു ഇന്നലെ. റിസ്വാന ഞാൻ വണ്ടിയിലാണ്. ഓക്കെ. അപ്പോ റെമഡി ഉണ്ടായിരിക്കട്ടെ ഞായറാഴ്ച. അപ്പൊ അത് നിർബന്ധമായിട്ട് വരിക. ഓക്കെ.